ഞാനൊരു മനുഷ്യനെയാണ് കല്യാണം കഴിച്ചത്. ഞാനൊരു മതത്തെ അല്ല കല്യാണം കഴിച്ചത്. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ അതിഥി ഐഷ സുൽത്താനയാണ്. ഐഷ, കൺഗ്രാറ്റുലേഷൻസ്. എന്താ കല്യാണം വിളിക്കാതിരുന്നേ? താങ്ക് യു. എല്ലാം വളരെ രഹസ്യമായിട്ട് നടത്തിയൊരു കാര്യം. അത് പരസ്യമായപ്പോ പിന്നെ പെട്ടുപോയി. ഇനിയിപ്പോ എല്ലാരും ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ കല്യാണം വിളിക്കാത്തതെന്ന്. ഈ കല്യാണമൊക്കെ കഴിക്കുമ്പോഴേ സാധാരണ നമ്മളുടെ സർക്കിളിലല്ലേ ചർച്ചകൾ, നമ്മളെ വീട്ടില്, നമ്മളെ കുടുംബത്തില് നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളല്ലേ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. പക്ഷെ ഐഷയുടെ കല്യാണം കഴിഞ്ഞപ്പോ സംഘപരിവാർ ഗ്രൂപ്പിലാണല്ലോ വലിയ ചർച്ച. ഐഷ കല്യാണം കഴിച്ചേന്ന് പറഞ്ഞിട്ട് ആഘോഷം നടന്ന എന്താ കാര്യം? എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ് ഈ ക്രിമികടി ചാനൽക്കാർക്കൊക്കെ എന്താ പറ്റിയത്. അവർ കംപ്ലീറ്റ് എന്നെ പറ്റിയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ലോകത്താരും കല്യാണം കഴിക്കാത്ത പോലെ ആദ്യമായിട്ടൊരു കല്യാണം നടന്ന മാതിരിയാണ് അവരുടെ ഒക്കെ ഒരു പ്രകൃതം. അറിയില്ല എന്തുകൊണ്ടാണെന്ന്. പിന്നെ അവര് പണ്ടേ തന്നെ ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. ഞാൻ എന്ത് ചെയ്താലും ഇപ്പൊ ബ്രഹ്മപുരം കത്തിയപ്പോഴും അവർ എന്റെ പേരല്ലേ പറഞ്ഞത്. അപ്പൊ പിന്നെ എന്റെ കല്യാണക്കാരിയാണോ വെറുതെ ഐഷ വിടാ. ഏതോ സംഗീനെയാണോ കല്യാണം കഴിച്ചത്? അത് അവരുടെ കോൺസെപ്റ്റ്, അവരുടെ പോയിന്റ് ഓഫ് വ്യൂ അവര് പറയുന്ന കാര്യമാണ്. ഞാൻ ഏതൊരു സംഗീനെ കല്യാണം കഴിച്ചത്. എന്റെ അറിവിൽ എനിക്കറിയില്ല ഞാൻ സംഗീനെയാണ് കെട്ടിയത്. എന്റെ അറിവിൽ ഞാൻ കല്യാണം കഴിച്ചത് ഹർഷിത് സൈനി എന്ന് പറഞ്ഞ ഒരു സർദാറിനെയാണ്. അയാളിലേക്ക് അങ്ങനെ ഒരു പൊളിറ്റിക്സ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു പാവം മനുഷ്യനാണ്. ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, ജനങ്ങളെ സ്നേഹിക്കുന്ന ഒരു നല്ലൊരു മനുഷ്യനാണ്. അപ്പൊ അയാളോടുള്ള എന്റെ റെസ്പെക്ട് ആണ് ഞാൻ അയാളെ കല്യാണം കഴിക്കാനുള്ള കാരണം തന്നെ. കല്യാണം കഴിച്ച ആൾ ആരാണ്? അദ്ദേഹം എന്താണ്? ഇപ്പൊ ഐഷ എന്ന് വെച്ചാല് ആഹ് നമുക്ക് ഓരോ മനുഷ്യരെ കുറിച്ച് ഓർക്കുമ്പോ പലതരം റിലേഷൻ ആണല്ലോ. എനിക്ക് ഐഷ എന്ന് പറയുമ്പോൾ ഭയങ്കര അടിമുടി ഒരു പൊളിറ്റിക്കൽ വ്യൂ ഉള്ള, രാഷ്ട്രീയമായി ചിന്തിക്കുന്ന, എല്ലാ കാര്യങ്ങളിലും അതിന്റെ രാഷ്ട്രീയമൊക്കെ കാണുന്ന ആളാണ്. അപ്പോൾ ഐഷയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെ അതുകൊണ്ട് ഐഷയുടെ കല്യാണത്തെ പറ്റി പറയുമ്പോഴും എനിക്ക് ഐഷ മൈലാഞ്ചി ഇടുന്നതായിട്ടോ ഒപ്പന കളിക്കുന്നതായിട്ടോ ഒന്നും തോന്നുന്നില്ല. അപ്പൊ ആരെയാണ് ഐഷ കല്യാണം കഴിച്ചത്? അദ്ദേഹം എന്താണ്? ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ തന്നെ എന്റെ ഞാൻ മൈലാഞ്ചി ഇട്ടിട്ടുള്ള ഒരു കല്യാണമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡാൻസ് കളിച്ചിട്ടുള്ള കല്യാണമോ എന്റെ സൈഡൊന്നും ഉണ്ടാവില്ല. കാരണം എനിക്കത് അക്സെപ്റ്റ് ചെയ്യാനും എനിക്ക് അത്രത്തിൽ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വളരെ സൈലന്റ് ആയിട്ട് പോയിട്ട് രജിസ്റ്റർ മാരേജ് നടത്തിയത്. ഉം. അതിൽ ഒതുങ്ങി. എനിക്ക് എന്നെ സംബന്ധിച്ച് വളരെ സിമ്പിൾ ആയിട്ട് കല്യാണമൊക്കെ എന്റെ ഒരു കോൺസെപ്റ്റ് അതാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമ്മളൊരു സ്വകാര്യതയാണ്, നമ്മളൊരു ഇഷ്ടമാണ്. അതിന് ആ ഒരു സ്വകാര്യത ആ ഒരു രീതിയിൽ കൊണ്ടുവരാൻ അത്രയും ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. എന്നായിരുന്നു പിന്നെ കല്യാണം? ആരെയാണ് കല്യാണം കഴിച്ചത്? അതൊരു സംഭവം തന്നെയാണ് ചേച്ചി. ഏഹ് ആള് നമ്മളെ ലക്ഷദ്വീപിലെ ഡെപ്യൂട്ടി കളക്ടർ ആയിരുന്നു നേരത്തെ. അപ്പോ ആളിപ്പോ ഡൽഹിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോ ആ നേരത്തെ തന്നെ ഉള്ള ഒരു അഫയർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ ആ ഒരു ഇഷ്ടം നേരത്തെ ആദ്യം തന്നെ ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ ആ ഒരു ഇഷ്ടം സ്വാഭാവികമായിട്ട് ഇതിലേക്ക് വന്നു. കാരണം ആ, ആളുടെ ഒരു പെരുമാറ്റ രീതി, ജനങ്ങളോട് കാണിക്കുന്ന ഇടപെടുന്ന രീതിയൊക്കെ എന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ ഒരു കണക്ഷൻ വർക്കൗട്ടായി. എനിക്ക് കുറച്ചും കൂടെ അടുക്കാനുള്ള ഒരു ചാൻസ് അതായിരുന്നു. കാരണം ലക്ഷദ്വീപുകാരുടെ പ്രശ്നങ്ങളായാലും ലക്ഷദ്വീപുകാർക്ക് വേണ്ടിയിട്ടുള്ള ആളുടെ ഒരു ഇടപെടലായാലും എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. അപ്പൊ അതുകൊണ്ട് സത്യത്തിൽ എനിക്ക് പിന്നെ കൂടുതൽ ചിന്തിക്കേണ്ടി വന്നില്ല. ആളെനിക്ക് പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് തോന്നി. ഐഷയുടെ പ്രണയം അപ്പൊ എങ്ങനെയായിരുന്നു? നിങ്ങൾ രാഷ്ട്രീയമാണോ സംസാരിച്ചിരുന്നത്? ലക്ഷദ്വീപിലെ കാര്യങ്ങളാണോ? എന്തായിരുന്നു കോമൺ സംസാര വിഷയം? ഞങ്ങൾ ഇങ്ങനെ ഐ ലവ് യു പറഞ്ഞ് കളിക്കുന്ന ഒരു ടീമേ അല്ല. ഞങ്ങൾക്ക് പരസ്പരം ഇഷ്ടമാണെന്ന് അറിയാം. പക്ഷെ രാഷ്ട്രീയ കാര്യങ്ങളാണ് കൂടുതലും ചർച്ച ചെയ്യാറുള്ളത്. പിന്നെ ആളുടെ പോയിന്റ് ഓഫ് വ്യൂന്ന് എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെ പോകണം, ജനങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ പറ്റി എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. അത് തന്നെയാണല്ലോ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം. അപ്പൊ ഞാനും അതിനോടാണ് കൂടുതൽ ആത്മഹത്യ. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്. ആഹ് ഞങ്ങൾക്കിടയിൽ എത്ര ദൂരം ഉണ്ടെങ്കിലും ഇപ്പൊ ഞാനിപ്പോ കൊച്ചിയിലാണ്, ആള് ഡൽഹിയിലാണ്. പക്ഷെ ആ ഒരു ദൂരം ഫീൽ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാല് ഞങ്ങൾക്ക് എന്നും സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫോൺ ചെയ്താലായാലും കിട്ടുന്ന ഒരു സമയം ആളെപ്പോഴും ബിസി ആയിരിക്കും. അപ്പോ ആളുടെ ആ ഒരു ബിസി ലൈഫാണ് എനിക്കിഷ്ടം. കാരണം ആള് സമൂഹത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. അത് തന്നെയാണ് എനിക്കിഷ്ടം. ആൾ അങ്ങനെ ഒരു ബിസി ആയിട്ടുള്ള ഒരാളായിരിക്കണം. അങ്ങനെ ഒരു വ്യക്തിയാണ് എനിക്ക് ആവശ്യമുള്ളത് എന്റെ ലൈഫിൽ ലക്ഷദ്വീപിൽ പാർട്ട്ണറായിട്ട്. അദ്ദേഹത്തിന്റെ റോൾ എന്തായിരുന്നു? ഏത് കാര്യങ്ങൾ നടക്കുന്ന, ഏത് സംഘർഷഭരിതമായ സമയത്ത് അദ്ദേഹം ലക്ഷദ്വീപിൽ ജോലി ചെയ്യുന്ന, എന്തൊക്കെ നടക്കുമ്പോഴാ? നമ്മളെ ഈ സേവ് ലക്ഷദ്വീപ് സംഭവം നടക്കുന്ന സമയത്തൊക്കെ ആള് ലക്ഷദ്വീപിലുണ്ട്. അപ്പൊ പക്ഷെ അദ്ദേഹത്തിന്റെ ചുമതല എന്തായിരുന്നു? അല്ല, ഉം.
ഞാനുള്ള ഐലൻഡിലല്ല, ആളുണ്ടായിരുന്നത് ആന്ത്രോത്ത് ദ്വീപ് എന്ന് പറഞ്ഞ ദ്വീപിലാണ്. ഉം. അവിടെയായിരുന്നു ആളുണ്ടായിരുന്നത്. ഉം, അവിടെ ഡെപ്യൂട്ടി കളക്ടറായിട്ട് ഉം. കൽപ്പേനി എന്ന് പറഞ്ഞ ഐലൻഡും പുള്ളിയുടെ അണ്ടറിലായിരുന്നു. അങ്ങനെ രണ്ട് ദ്വീപിന്റെ ഡെപ്യൂട്ടി കളക്ടറായിട്ട് പുള്ളിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തിരുന്നില്ല. അല്ലെങ്കിൽ ആ ഒരു ആ ഒരു പ്രഷർ ചേച്ചിക്കറിയാലോ, ആ സമയത്ത് ഞാൻ ആയിഷ ഉണ്ടായിരുന്ന ഒരു പ്രഷർ ഞാൻ രാജ്യദ്രോഹിയായിരുന്നില്ലേ? രാജ്യദ്രോഹി. ആക്കിയതാണ് കേട്ടോ, ഞാനായിരുന്നില്ല, അവരാക്കിയതാണ്. ഒരു ടീം എന്നെ പിടിച്ചാക്കിയതാണ് രാജ്യദ്രോഹി. എന്നാ ഇരിക്കട്ടെ ഇവക്കൊരു പട്ടം, രാജ്യദ്രോഹ കുറ്റം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എനിക്ക് തന്നതാ. അല്ല, കോടതിയിലൊക്കെ കയറി ഇറങ്ങി എത്ര നടന്നു? അതൊക്കെ ഒരു ഓർമ്മിപ്പിക്കല്ലേ, എന്തൊക്കെയായിരുന്നു പുകില്. അത് ഒരു സംഭവമായിരുന്നു. ലക്ഷദ്വീപിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടപ്പോഴാണോ ആയിഷ കല്യാണം കഴിച്ചത്? ലക്ഷദ്വീപ് ഇപ്പൊ വളരെ ശാന്തമായിരിക്കുകയാണോ? അവിടെ എല്ലാവരും ഹാപ്പിയാണ്? ശാന്തമായിരിക്കുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യമുണ്ട്. ആഹ് ലക്ഷദ്വീപിൽ പ്രശ്നങ്ങളില്ലാത്ത ദിവസങ്ങളില്ല, ഒന്നാമത്തെ കാര്യം. പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ട്, അന്നും ഉണ്ട് ഇന്നും ഉണ്ട് പ്രശ്നങ്ങൾ. പക്ഷെ അത് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്, ഉം. അത്രയേ ഉള്ളൂ. ഉം. ഇന്നിപ്പോ നമ്മളെ എം പി പുതിയതായിട്ട് വന്ന എം പി ഒരു വർഷമായിട്ട് ഹംദുള്ള സൈദാണ്. ആൾ ഇടപെടുന്നുണ്ട് എല്ലാ കാര്യത്തിലും. എന്ത് പ്രശ്നങ്ങളും ലക്ഷദ്വീപ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ തന്നെ ജനങ്ങളുടെ ഒപ്പം നിന്ന് ആളത് പരിഹരിക്കപ്പെടുന്നുണ്ട്. അപ്പം ആ പരിഹാരം കണ്ടെത്തുന്നത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഫ്രീ ആണ്, ഞങ്ങളെ പോലുള്ള ആൾക്കാർ. ഉം. ഇപ്പം അത് ചേച്ചിക്ക് തന്നെ മനസ്സിലാവും. അല്ലെങ്കിൽ ഞാനൊക്കെ ചേച്ചിനെ എത്ര വട്ടം കോൾ ചെയ്യുന്നതാണ്, എത്ര വട്ടം ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി കോണ്ടാക്ട് ചെയ്യാറുള്ളത്. നേരത്തെയൊക്കെ ഭയങ്കര പ്രഷർ ആയിരുന്നില്ലേ. ഉം. ഇന്നും ഇപ്പോ പ്രശ്നങ്ങളുണ്ട്. ആയിഷ ഇപ്പം ഇത്രയും അഗസ്ത്യ കാലങ്ങളൊക്കെ കഴിഞ്ഞു, വളരെ സംഘർഷഭരിതമായ 4-5 വർഷങ്ങളിലൂടെ കടന്നുപോയി. ഇപ്പൊ ഒന്ന് സെറ്റിലായിട്ട് പുറത്ത് നിന്ന് ആയിഷ ഈ വിഷയത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തായിരുന്നു ശരിക്കും നടന്നത്? എവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം? എങ്ങനെയായിരുന്നു അത്? എന്താ ശരിക്കും ലക്ഷദ്വീപിൽ സംഭവിച്ചത്? ഇതിന്റെ ഒരു സത്യാവസ്ഥ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് അങ്ങനെ തുറന്ന് സംസാരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നില്ല. പക്ഷെ നേരത്തെ ഈ 2020-ലും 2021-ലും ഒക്കെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഈ ഇഷ്യൂ എടുത്തിടാൻ പറ്റില്ലായിരുന്നു. കാരണം ഈ ഇഷ്യൂ ഞാൻ എടുത്തിട്ട് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും അതിന്റെ പുറകിൽ പോകും. അപ്പൊ ലക്ഷദ്വീപിന്റെ റിയൽ പ്രശ്നത്തിൽ നിന്ന് ആൾക്കാർ മാറി ചിന്തിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും പറയാതിരുന്നതാ. സത്യത്തിൽ ചേച്ചി ഇവിടെ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞങ്ങൾക്ക് നേരത്തെ ഒരു എം പി ഉണ്ടായിരുന്നു 2014. എം പി ആയിട്ട് പാർലമെന്റിൽ പോയ ഫൈസൽ എന്ന് പറയുന്ന ഒരു വ്യക്തി. ഉം. അതായിരുന്നു നമ്മളുടെ എം പി. ഇന്ന് എക്സ് എം പി ആണ് ആള്. ആള് ആദ്യമായിട്ട് പാർലമെന്റിൽ പോയിട്ട് പറഞ്ഞത് എന്തെന്നറിയോ? ഉം. അതിന്റെ വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. ആൾ ആദ്യമായിട്ട് പാർലമെന്റിൽ പോയി പറഞ്ഞത് ലക്ഷദ്വീപിലേക്ക് മാലി മോഡൽ ടൂറിസം വേണോ എന്നുള്ളതാണ്. മാലി മോഡൽ. ഇന്ന് ആ മാലി മോഡൽ ടൂറിസം എന്ന് പറയുമ്പോ ഉം. ചേച്ചിക്കറിയാം, മാലി കിടക്കുന്നത് മാല പോലെ കിടക്കുന്നതാ, ചുറ്റി ഇങ്ങനെ കിടക്കുന്നതാണ് മാലിയില്. ഓക്കെ, അപ്പൊ അവിടെ ഒരു ദ്വീപിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ മാലി മോഡൽ ലഗൂൺ വില്ല വന്നാലും മാലി മോഡൽ ടൂറിസം മീൻസ് അവിടെ ടൂറിസം ഒക്കെ അലൗഡ് ആയിട്ടുള്ള ഒരുപാട് ഐലൻഡുകളുള്ള മാല പോലെ ചുറ്റിക്കിടക്കുന്ന ഒരു പ്രദേശമാണ്. ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ചിന്നി ചിതറിക്കിടക്കുന്ന ദ്വീപുകളാണ്. അപ്പൊ ഒരു ദ്വീപിനെ സപ്പോർട്ട് ചെയ്യുന്നേ ഇല്ല. ഉം. മാലി മോഡൽ ടൂറിസം തിങ്ങിപ്പാർക്കുന്ന ജനവാസമുള്ള ദ്വീപുകളിൽ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഈ പറയപ്പെടുന്ന വ്യക്തി ആദ്യമായിട്ട് പാർലമെന്റിൽ പോയി BJP ഗവൺമെന്റിനോട് പറയുകയാണ് ഞങ്ങൾക്ക് മാലി മോഡൽ ടൂറിസം വേണോ. ഉം. അപ്പൊ BJP ഗവൺമെന്റിനോടാണ് പറയുന്നത്. ഉം. അവർ മാലി മോഡൽ ടൂറിസം ചെയ്യാൻ വേണ്ടി അവർക്കൊരു വഴി ഒരുക്കി കൊടുത്തത് ആരാണ്? നമ്മുടെ ലക്ഷദ്വീപിന്റെ എം പി ഉം. ഫൈസൽ. ഉം. അപ്പൊ ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അതേ സമയം തന്നെ പുള്ളി പറഞ്ഞിട്ടുണ്ട് അവിടെ പെർമിറ്റ് സിസ്റ്റം എടുത്ത് കളയണമെന്ന്. ലക്ഷദ്വീപിലേക്ക് ആൾക്കാർ വരുമ്പോൾ പെർമിറ്റ് എടുക്കണം. ഉം. അത് ലക്ഷദ്വീപിന്റെ സുരക്ഷയുടെ ഭാഗമായിട്ട് ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണ്. അതെടുത്ത് കളയണമെന്ന് പറയുന്നു. അതെടുത്ത് കളയുമ്പോൾ ഇന്നിപ്പോ പഹൽഗാമിൽ സംഭവിച്ചതുപോലെ നാളെ അവിടെ സംഭവിക്കില്ല എന്ന് ഉറപ്പൊന്നുമില്ല. അപ്പോ നമ്മളെപ്പോഴും നമ്മുടെ സുരക്ഷയുടെ ഭാഗമാണ് ഈ പറയുന്ന പെർമിറ്റിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി കൊണ്ടുവരുന്നതാണ് ഐലൻഡിലേക്ക് ഒരു ടൂറിസ്റ്റിനെ. സെയിം അത് ആ പെർമിറ്റ് സിസ്റ്റം എടുത്ത് കളയണമെന്ന് പറയുമ്പോൾ ലക്ഷദ്വീപിന്റെ സുരക്ഷയാണ് അവിടെ ഇല്ലാതാവുന്നത്. ഉം. അതും ഈ പറയപ്പെടുന്ന ഫൈസൽ പോയി പാർലമെന്റിൽ അവതരിപ്പിച്ച കാര്യം. ഉം. ഇതൊക്കെ പോട്ടെ,
പുള്ളി നിരന്തരം സ്റ്റേജിൽ കയറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം BJP ഗവൺമെന്റ് നമുക്ക് വികസനം കൊണ്ടുവരുന്നു, വികസനം കൊണ്ടുവരുന്നു, BJP ഗവൺമെന്റിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എന്നിട്ട് കോൺഗ്രസിനെ തള്ളി പറയുന്ന രീതി എങ്ങനെയാണെന്ന് അറിയും? എന്റെ കൈ കൊണ്ട് വോട്ടിട്ട് അങ്ങനെ രാഹുൽ ഗാന്ധി പ്രൈം മിനിസ്റ്റർ ആവണ്ട, ഏ ഉം, കോൺഗ്രസിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് BJP. ഇതായിരുന്നു പുള്ളിയുടെ പ്രസംഗം. നിരന്തരം 2014 മുതൽ നിരന്തരം പുള്ളി പ്രസംഗിച്ചിരുന്നത് ഇതാ. പുള്ളി ഏറ്റവും കൂടുതൽ BJPയെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ്. എന്നിട്ട് അത് കൂടാതെ പുള്ളി പാർലമെന്റിൽ പോയി വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, അഡ്മിനിസ്ട്രേറ്ററായിട്ട് പൊളിറ്റിക്കൽ നോമിനിനെ വേണമെന്ന്. ഉം. പൊളിറ്റിക്കൽ നോമിനി ലക്ഷദ്വീപിൽ അഡ്മിനിസ്ട്രേറ്ററായിട്ട് വന്നാൽ ഉള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അതായത് ലക്ഷദ്വീപിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആ പദവിയിൽ ഇരിക്കേണ്ടത് IAS-ഉം IPS-ഉം ഒക്കെ ഇരിക്കേണ്ട ഒരു കസേരയാണ്. അവിടെ ഒരു പൊളിറ്റിക്കൽ നോമിനി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? പ്രത്യേകിച്ച് BJPയുടെ. ഉം. ഞങ്ങൾക്ക് വികസനമാണോ അവർ തരിക? ഉം. അവർ മാലി മോഡൽ ടൂറിസം അല്ലേ നടപ്പിലാക്കൂ? അതല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. എന്ന് വെച്ചാൽ നിങ്ങളുടെ MP വിളിച്ചു വരുത്തിയ കുറെ പ്രശ്നങ്ങളിൽ നിന്നാണ് ഇതിന്റെ തുടക്കം എന്നാണ് ആയിഷ വിചാരിക്കുന്നത്. ഞങ്ങൾ MP എന്ന് പറയുന്നത് മുൻ MP. 2014 ഉണ്ടായിരുന്ന മുൻ MP ഉം. ഫൈസൽ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ മാടി വിളിച്ചു കൊണ്ടുവന്ന പ്രശ്നമാണ്. ഇപ്പൊ നോക്ക്, ഉം. BJP എന്തുകൊണ്ടും നല്ലതാണെന്ന് പറഞ്ഞ ഒരാളാണ് അയാൾ. ഉം. അതേപോലെ മാലി മോഡൽ ടൂറിസം ലക്ഷദ്വീപിൽ വേണമെന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഇന്നിപ്പോ BJP നടപ്പിലാക്കുന്നതും അത് തന്നെയല്ലേ? മാലി മോഡൽ ടൂറിസം തന്നെയല്ലേ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്? ജനങ്ങളെ പുകച്ചു പുറത്ത് ചാടിക്കുക, ഒരു ദ്വീപിലുള്ള ആൾക്കാരെ പുകച്ചു പുറത്ത് ചാടിക്കുക എന്ന് പറയുന്നത് മാലി മോഡൽ ടൂറിസം നടത്താനാണ്, ഉം. അല്ലാതെ ലക്ഷദ്വീപിന് ജനങ്ങൾക്കുള്ള പക്ഷെ എന്തായിരുന്നു വികസനമല്ലല്ലോ അത്. ശരിക്കും ലക്ഷദ്വീപിന്റെ നന്മയ്ക്കും ലക്ഷദ്വീപിലെ ജനങ്ങളുടെ നന്മയ്ക്കും എന്തായിരുന്നു ആവശ്യം? എന്താണ് ആവശ്യം? എന്ത് തരത്തിലാണ് ലക്ഷദ്വീപിനെ ട്രീറ്റ് ചെയ്യുന്നത്? ലക്ഷദ്വീപിനെ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസം വേണം, ഒരു ലിമിറ്റിൽ കൂടുതൽ പറ്റില്ല. കാരണം അവിടെ ഒരു ക്യാരിങ് കപ്പാസിറ്റി ഉണ്ട്, ലക്ഷദ്വീപിന് തന്നെ ഒരു ക്യാരിങ് കപ്പാസിറ്റി ഉണ്ട്. അതിനനുസരിച്ചുള്ള ടൂറിസമേ ആ നാട്ടിൽ പറ്റുള്ളൂ. വെള്ളത്തിന് പ്രശ്നമാണ്, വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം പ്രശ്നമാണ്. ഇതൊക്കെ നോക്കാതെ എങ്ങനെയാണ് ഒരു നാടിലേക്ക് മാലി മോഡൽ ടൂറിസം എന്ന് പറഞ്ഞിട്ട് നടപ്പിലാക്കാൻ പറ്റുക? ജനങ്ങൾക്കല്ലേ വികസനം വേണ്ടത്. ഇപ്പം കൾച്ചറോ ആയിഷ? വികസനമാണെങ്കിൽ തന്നെ ഇതൊക്കെ ലക്ഷദ്വീപിന്റെ ഒരു സംസ്കാരം എങ്ങനെയാണ്? മാലിയുടെ ആയിട്ട് മാച്ച് ചെയ്യുന്നതാണോ? ഇതുപോലെ എല്ലാ ആളുകളെയും ആക്സെപ്റ്റ് ചെയ്യുന്ന ഏത് തരത്തിലാണ്? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല, ഒരിക്കലുമല്ല. എല്ലാ ആളുകളെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഞാൻ പറയുന്നത്, പക്ഷെ ഒത്തിരി ആളുകൾക്ക് വന്നു പോകാനുള്ളൊരു സ്ഥലമല്ല. ഒരു ലിമിറ്റ് വിട്ട് കൂടുതൽ ടൂറിസ്റ്റുകാർക്ക് അവിടെ വരാൻ പറ്റില്ല. കാരണം വെള്ളത്തിന് പ്രശ്നം വരും, വേസ്റ്റ് മാനേജ്മെന്റ് പ്രോബ്ലമാണ്, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യമുണ്ട്. പിന്നെ ക്യാരിങ് കപ്പാസിറ്റി വേണ്ടേ? നമ്മളെ ദ്വീപ് നിൽക്കുന്നതിന് ഒരു ക്യാരിങ് കപ്പാസിറ്റി വേണ്ടേ? അതിൽ കൂടുതൽ ആൾക്കാർ തിങ്ങിപ്പാർത്ത് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റും? നമുക്ക് പല കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടാവും, ഭക്ഷണത്തിനും വെള്ളത്തിനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പൊ ഇതൊക്കെ നോക്കാതെ, ഇതൊക്കെ മനസ്സിലാക്കാതെയാണ് ഈ മുൻ MP ആയിരുന്ന ഫൈസൽ പോയി പാർലമെന്റിൽ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഈ പറയുന്ന പ്രഫുൽ ഗോഡ പട്ടേലിനെ ലക്ഷദ്വീപിലേക്ക് കൊണ്ടുവരുന്നത്. ഇതാണ് ഫസ്റ്റ് നടന്നൊരു കാര്യം. ആളുമായിട്ട് ഇയാൾക്കും ആളുടെയും എന്തോ ഒരു ചെറിയ പരിപാടിയിൽ തമ്മിൽ ഉണ്ടായൊരു ചെറിയ ക്ലാഷ് ആയിരുന്നു പിന്നീട് സംഭവിച്ചത് ഇതൊക്കെ. മേ ബി ഞാൻ കേട്ട ഒരു ഇതാണെന്ന് പറഞ്ഞാൽ പുള്ളി BJPയിലേക്ക് മാറാൻ വേണ്ടി നിന്ന ഒരു വ്യക്തിയാ ഫൈസൽ. അപ്പൊ BJPയിലേക്ക് മാറാൻ എല്ലാം റെഡിയായി പുള്ളി അവരോട് പറഞ്ഞ്, BJPക്കാരോട് പറഞ്ഞ് എല്ലാം റെഡിയാക്കിയിട്ട് ലക്ഷദ്വീപിൽ വന്ന് സംസാരിച്ചപ്പോൾ ലക്ഷദ്വീപിലെ ആളുകൾ സമ്മതിച്ചില്ല. അതായത് പുള്ളിയുടെ പാർട്ടിക്കാർ സമ്മതിച്ചില്ല. അതുകൊണ്ട് പുള്ളി പെട്ടുപോയി. അതുകൊണ്ടുള്ള അവരുടെ ഇടയിലെ കലഹമാണ് ഇപ്പൊ കണ്ടത്. അപ്പൊ പക്ഷെ നമ്മള് ഇയാളെന്താ ഒരു പുറത്തുനിന്ന് പൊളിറ്റിക്കൽ നോക്കുമ്പോ കാണുന്ന തികച്ചും വ്യത്യസ്തമായ ഒരു വേർഷൻ ആയിരുന്നല്ലോ. പുള്ളി ഏതാണ്ട് ലക്ഷദ്വീപിന് വേണ്ടി പോരാടുന്ന പോലെയൊക്കെ ഇടയ്ക്കൊക്കെ നമ്മൾ കണ്ടിരുന്നു. എന്റെ ചേച്ചി, പുള്ളി പോരാടുന്ന പോലെ അഭിനയിക്കും. കാരണം വേറൊരു സിമ്പിൾ കാര്യം എന്താണെന്നറിയോ പുള്ളി ചെയ്ത? എനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, 2009 പുള്ളിയുടെ പേരിൽ ഒരു കൊലപാതക കുറ്റത്തിന്റെ ഒരു കേസുണ്ട്, സെക്ഷൻ 307, 2009 കേസ്. ഈ പുതിയ അഡ്മിനിസ്ട്രേറ്റർ വന്നതിന് ശേഷം പുള്ളി എന്താ ചെയ്തതെന്നറിയോ? അതായത് ആ കേസ് സ്വാഭാവികമായിട്ട് ചുറ്റിത്തിരിഞ്ഞ് ഇപ്പൊ വരുമല്ലോ, കേസിന്റെ സമയമാകുമ്പോൾ സാധാരണ രീതിയിൽ കറങ്ങി കറങ്ങി വരുമല്ലോ ഒരു ടൈം ആകുമ്പോൾ കോടതിയിലേക്ക് ആ കേസ് തിരിച്ചു വന്നപ്പോൾ പുള്ളി എന്തെന്നറിയോ ജനങ്ങളോട് പോയി പറഞ്ഞിരിക്കുന്നത്, ഇത് പ്രഫുൽ ഗോഡ പട്ടേൽ രണ്ടാമത് കൊണ്ടുവന്ന കേസാണ്, അയാള് എന്റെ മേലിൽ ചാർജ് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് പരത്തി ആ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിവ് നടത്തിയിട്ടാണ് ഇയാളുടെ കേസ് നടന്നത്. അല്ല, ഇപ്പൊ ജനങ്ങൾ നമ്മള് പ്രഫുൽ ഗോഡ പട്ടേലിനെ പറ്റി നല്ലത് പറയേണ്ട അവസ്ഥയായോ MP ആയിട്ട് കമ്പയർ ചെയ്യുമ്പോ?
ഇല്ല, എം പി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, എം പി പോയി വിളിച്ചു വരുത്തി കൊണ്ടുവന്ന ഒരാളാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ എം പി ഒരു സ്ഥലത്ത് പോയി പറഞ്ഞിട്ടില്ല BJP ഗവൺമെന്റ് നമ്മള് ആം, ആക്രമിക്കുന്നത്. BJP ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് BJP ഗവൺമെന്റ് വിട്ടൊരു ആളാണല്ലോ പ്രഫുൽ ഗോഡ പട്ടേൽ, അല്ലെ? ഉം. അപ്പൊ ഈ പ്രഫുൽ ഗോഡ പട്ടേൽ അല്ലാതെ വന്നതല്ല. പ്രഫുൽ ഗോഡ പട്ടേൽ വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു എം പി, അന്നത്തെ മുൻ എം പി ആയിട്ടുള്ള ഈ ഫൈസൽ, അതേപോലെ തന്നെ അപ്പുറത്തുനിന്ന് BJP ഗവൺമെന്റ് വിടുന്ന ഒരാള്, രണ്ടും കൂടി വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ ആലോചിക്കുക, ഞങ്ങളുടെ ജനങ്ങളുടെ, പാവപ്പെട്ട ജനങ്ങളുടെ അവസ്ഥ. അവര് തമ്മിലുള്ള ചക്രത്തിപ്പോരായിരുന്നു നമ്മളീ കണ്ടിരുന്നത് മുഴുവൻ അല്ലേ? അവര് തമ്മിൽ കണ്ടത് മുഴുവൻ പരസ്പരം അറിഞ്ഞുകൊണ്ടും ജനങ്ങൾ മുഴുവനും അനുഭവിക്കുന്ന ഈ ഒരു പ്രശ്നത്തിന്റെ കാരണക്കാരൻ ഈ ഫൈസൽ എന്ന് പറയുന്ന മുൻ എം പി തന്നെയാണ് ചേച്ചി. കാരണം അത് ആം, അത് ഞാൻ മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ കഴിഞ്ഞ ഇലക്ഷനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ ഇറങ്ങി ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഒപ്പം നിന്ന് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ആം, കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ പ്രാവശ്യം അബ്ദുള്ള സയ്യിദ് എം പി ആയിട്ട് വന്നത്. ഉം. അത് ഞാൻ ശരിക്കും ഫൈസലിന്റെ പാർട്ടിക്കാരിയായിരുന്നു. ഞാനൊക്കെ വോട്ടിട്ട് തന്നെയായിരുന്നു ഇയാള് നേരത്തെ ജയിച്ചത്. വേസ്റ്റ് അപ്പൊ എന്റെ മാനേജ്മെന്റ് വാപ്പൊക്കെ എങ്ങനെയാണ് ലക്ഷദ്വീപിൽ എങ്ങനെയാണ് വേസ്റ്റ് മാനേജ്മെന്റ്? വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം പ്രോപ്പറായിട്ട് ഇല്ലാത്തൊരു സ്ഥലമാണ്. അവിടെ ഇപ്പോ ഞാൻ പറയുന്നത് ഇപ്പൊ മിനിക്കോയ് എന്ന് പറഞ്ഞ ഐലൻഡിലും ഇപ്പൊ ഇന്നാള് ഞാനൊരു ചെറിയ ഇത് കണ്ടു, വേസ്റ്റ് മാനേജ്മെന്റ് കറക്റ്റ് ആയിട്ട് നടക്കണില്ല എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിക്കിളിൽ വന്നത്. അപ്പൊ അവിടെ നിന്ന് എന്റെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു അത് ശരിയാണ്, കാരണം ഇവിടെ കറക്റ്റ് ആയിട്ട് വേസ്റ്റ് മാനേജ്മെന്റ് നടക്കുന്നില്ല. കാരണം ഈ നമ്മള് ചരക്ക് കപ്പലൊക്കെ വന്നാൽ മാത്രമാണ് അതിനകത്താണ് ഈ വേസ്റ്റ് ഒക്കെ കയറ്റി ഇങ്ങോട്ട് അയക്കുന്നത്. അപ്പൊ അല്ലാത്ത പ്രോപ്പർ സമയത്ത് ആയിട്ട് ഇത് കടലിൽ ഒഴുക്കി വിടുവോ? കടലിൽ ഒഴുക്കി വിടേണ്ട ഗതികേടുണ്ടോ? ഇല്ലില്ല, കടല് ഇല്ലില്ല, കടലിൽ ഇന്നേ വരെ കടലിൽ ഒഴുക്കി വിട്ടതായിട്ട് എന്റെ അറിവിലില്ല. പിന്നെ കുറച്ചൊക്കെ കത്തിച്ചു കളഞ്ഞാലേ ഉള്ളൂ, പക്ഷെ കടലിൽ ഒഴുക്കി വിട്ടതായിട്ട് എന്റെ അറിവിൽ ഇന്നേ വരെ ഇല്ല. ഉം. അത് ആ കാര്യത്തിൽ കടലിനെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അത്തരം കാര്യങ്ങൾ ഇന്നേ വരെ ചെയ്തിട്ടില്ല. പിന്നെ ട്രാൻസ്പോർട്ടേഷന്റെ കുറച്ച് ഭയങ്കര സീരിയസ് ആയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ ശരിക്കും ഈ കപ്പലിന്റെ? അന്ന് ആയിഷ അന്ന് എടുത്ത് അയച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു. കപ്പല് ചേച്ചിക്ക് അറിയാവുന്നല്ലോ എന്നത്, കപ്പല് കിട്ടാതെ ജനങ്ങളൊക്കെ ഇവിടെ കുടുങ്ങിക്കിടന്നത്. 1000 2000 ഓരോ ദിവസം കഴിയുന്തോറും 500 ആൾക്കാർ വെച്ച് കൂടിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് ഇപ്പം ഇവിടെ ചികിത്സാ ആവശ്യങ്ങൾക്ക് വേണ്ടി വന്ന് ഇവിടെ അത്തരത്തിലുള്ള കുറെ പെട്ടുപോയ ആൾക്കാരുടെ ഒരു കാഴ്ചയാണ് നമ്മളന്ന് കണ്ടത്. ഇന്ന് ഇപ്പൊ ഈ തുടക്ക സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, ഇത്രയും ഇല്ല, ഉം. ഇത്രയും മൂർച്ഛിച്ച അവസ്ഥയിലില്ല, കപ്പല് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന ഒരു ഘട്ടം ഉണ്ടായി. പക്ഷെ ഇന്നത്തെ എം പി ഹംദുള്ള സയ്യിദ് അത് കൃത്യമായിട്ട് ഇടപെട്ട് ഇത്ര കാലമായിട്ട് ഓടാതെ കിടന്നിരുന്ന ഒരു ലക്ഷദ്വീപ് സി എന്ന് പറഞ്ഞ ഒരു കപ്പലുണ്ട്. ആ ഉം. കപ്പൽ വരെ പുള്ളി ഇടപെട്ട് ആ കപ്പൽ ഓടി. ഇന്നിപ്പോ ആളുകൾക്ക് യാത്രാ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു രക്ഷയുണ്ട്. പരിഹരിക്കപ്പെട്ടു അല്ലേ? അത് പരിഹരിക്കപ്പെട്ടു കറക്റ്റായിട്ട് യാത്രാ പ്രശ്നം. പരിഹരിക്കപ്പെട്ടു. അതാ പറഞ്ഞത്, യാത്രാ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഉം. അപ്പൊ ഇന്നത്തെ എം പി അത് കൃത്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ആള് കഴിയുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ജനങ്ങളൊപ്പം ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇപ്പോ അഗത്തി എന്ന് പറഞ്ഞ ഐലൻഡില്, ഞാൻ പറഞ്ഞ പ്രശ്നങ്ങളില്ലാന്നല്ല, അഗത്തി എന്ന് പറഞ്ഞ ഐലൻഡില് ഒരു സ്കൂള് പൊളിച്ചു കളയാനാണ് ഓർഡർ വന്നിരിക്കുന്നത്. കാരണം കുട്ടികളിപ്പോ കുട്ടികളിപ്പോ മാസങ്ങളായിട്ട് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. സ്കൂള് പൊളിച്ചു കളയാനാ പറഞ്ഞിരിക്കുന്നത്. ആ നാട്ടിലെ ആ സൈഡിലുള്ള സ്കൂൾ മാറ്റിയിട്ട് വേറൊരു സ്കൂൾ, ഓൾറെഡി രണ്ട് മൂന്ന് സ്കൂൾ ഉണ്ടല്ലോ അവിടെ പോകും. ഈ സ്കൂളിൽ നിന്ന് മറ്റേ സ്കൂളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പൊ ഈ സൈഡിൽ നിന്ന് ആ സൈഡിലേക്ക് പോകണം കുട്ടികൾ. ഉം. 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 ആ ഇത്ര സ്കൂളിൽ ഇത്ര കുട്ടികൾ നാളായിട്ട് കുറവായത് കൊണ്ടാണോ? എന്താണ് റീസൺ? എന്താ ഒരു ലാഭകരല്ല? റീസണും ഇല്ലാതെ ഒരു റീസണും ഇല്ലാതെയാണ് അവർ പൊളിച്ചു കളയാൻ പറഞ്ഞത്. എന്തെങ്കിലും ഒരു റീസൺ വേണ്ടേ? ഒരു സ്കൂള് പൊളിച്ചു കളയണമെങ്കിൽ ഒരു റീസൺ വേണ്ടേ? ഒരു റീസണും ഇല്ലാതെ സ്കൂള് പൊളിക്കാനുള്ള ഓർഡറാണ് വന്നിരിക്കുന്നത്. സ്കൂള് പൊളിച്ചു കളയാ, പിന്നെ കിൽത്താൻ ദ്വീപിലെ പള്ളി പൊളിച്ചു കളയാ, പൊളിക്കാനുള്ള ഓർഡർ ഇടുക. എന്തിനാണ് പക്ഷെ പള്ളി ഇതിനൊക്കെ പള്ളി ഞാൻ പറഞ്ഞ പോലെ എന്തിനാ? അവർക്കാണോ ഇതൊക്കെ പൊളിച്ചു കളയാനുള്ള, അവർക്ക് എന്താണ് അറിയാത്ത, അവർക്ക് എല്ലാം ഇത് പൊളിക്കാനല്ലേ വളരെ അറിയുള്ളൂ, പഴയൊരു പണിയാൻ. പള്ളിയാണോ? അതോ പുതുതായിട്ട് ആരെങ്കിലും പണിതാണോ? അതോ പണ്ടേ അവിടെയുള്ള? പണ്ടേ അവിടെ ഉള്ള പള്ളിയാണ്. ലക്ഷദ്വീപിൽ പണ്ടേ ഉള്ള പള്ളികളാണ് കൂടുതലും. പുതുതായിട്ട് അങ്ങനെ വന്ന പള്ളികളൊക്കെ വളരെ അപൂർവമാണ്. പഴയ പള്ളികളാണ്. ഈ പള്ളികളൊക്കെ പൊളിച്ചു കളയാന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അത് പൊളിച്ചു കളയൂ, ഇത് പൊളിച്ചു കളയൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓർഡർ നിരന്തരം വന്നുകൊണ്ടിരിക്കുക. ഇന്ന് ചേച്ചി ഇന്ന് മനസ്സിലാക്കിക്കോ, വിത്ര എന്ന് പറഞ്ഞ ഐലൻഡില്
മൊത്തം ആളുകളെയും അവിടെ നിന്ന് മാറ്റേണ്ട സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുക. കാരണം മാറാൻ പറഞ്ഞിരിക്കുക ഒരു ഐലൻഡിലെ മുഴുവൻ ആളുകളെ കാരണം സൈനിക ഏകദേശം താവളമാക്കാൻ വേണ്ടി. ഏകദേശം എത്ര ആളുകൾ ഉണ്ടാവും അവിടെ? സൈ അവിടെ ഒരു 105 കുടുംബം ഉണ്ടാവും. 300 പേരിൽ മേലെ ആൾക്കാരുണ്ടാവും. എൻ്റെ ഒരു അറിവില് ഉം, ശരിയാണെങ്കിൽ ഏതാണ്ട് ആ കണക്കാണ്. ഉം, പക്ഷെ ഒരു 100 പേരായാലും ശരി, 50 പേരായാലും ശരി, ആ, ഒരു 50 ഫാമിലി ആയാലും ശരി, അവരിത്ര കാലവും താമസിച്ച് അവരെ സ്വന്തം നാട്ടിൽ നിന്ന് അവരെ മാറാൻ പറയുന്നത് ഏത് നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്? ഈ ഇത് എവിടെ നടക്കുന്ന ഒരു കാര്യമാണ്? സ്വന്തം നാട്ടിൽ നിന്ന് കുടിയൊഴിപ്പിക്കുക എന്ന് പറയുന്നത്, സ്വന്തം സ്ഥലത്ത് നിന്ന് കുടിയൊഴിപ്പിക്കുക എന്ന് പറയുന്നത്, സൈനികരായാലും ശരി, നേവിക്കാരായാലും ശരി, കോസ്റ്റ് ഗാർഡ് ആയാലും ശരി, ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് ഇവരൊക്കെ, അല്ലേ ചേച്ചി? അല്ലാതെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കാനല്ലല്ലോ. ജനങ്ങളെ കുടിയൊഴിപ്പിച്ചിട്ട് എന്ത് നേട്ടമാണ് ഇവര് നോക്കുന്നത്? ഇനിയിപ്പോ ഇവർക്കൊക്കെ സൈനിക താവളത്തിനാണെങ്കിൽ ഇവർക്ക് ആൾതാമസമില്ലാത്ത ദ്വീപുകളുണ്ടല്ലോ. ഉം. ഇവരൊക്കെ പറയുന്നത് വെച്ചാല് ചൈന ആക്രമിക്കും, പിന്നെ അങ്ങനെയുള്ള കുറെ രാജ്യങ്ങളൊക്കെ നമുക്ക് ചുറ്റുമുണ്ട്, അവരൊക്കെ ആക്രമിക്കാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവരാദ്യം നോക്കുക ആൾതാമസം ഇല്ലാത്ത ഐലൻഡ് അല്ലേ, അവരുടെ ശ്രദ്ധയിലും പെടുക. അപ്പൊ അവിടേക്കല്ലേ ഇവര് ചേർക്കേറേണ്ടത്? സൈനികർ ആദ്യം ചെല്ലേണ്ടത് ആൾതാമസം ഇല്ലാത്ത ഐലൻഡുകളിലേക്കല്ലേ. അത് ചെയ്യാതെയാണ് ഇവർ ആൾതാമസം ഉള്ള ദ്വീപിൽ ചെന്നിട്ട് അവിടെ ഉള്ള ആൾക്കാരെ മാറ്റാൻ ശ്രമിക്കുന്നത്. ഉം. എത്ര ദ്വീപിലാണ് ഇത് ശരിക്കും മനുഷ്യര് ജനവാസം ഉള്ളത്? എത്ര ദ്വീപുകളിലാണ് ശരിക്കും ഒരു ജനവാസം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും 10 ദ്വീപായിരുന്നു കണക്കുള്ളത്. പിന്നെ 11ാമത്തെ ദ്വീപ് എന്ന് പറയുന്നത് ബംഗാരം എന്ന് പറഞ്ഞ ദ്വീപാണ് ഉം, കണക്ക് പ്രകാരം. ബംഗാരം അപ്പൊ അത് 11ാമത്തെ ദ്വീപിൽ പെടും. ഉം, അങ്ങനെയാണ് കണക്കുള്ളത്. ടോട്ടൽ 36 ദ്വീപാണ്. ഉം, അപ്പം ഈ 11 ദ്വീപ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഒറ്റൊരു ദ്വീപിലും ആൾതാമസമില്ല. അപ്പൊ നേവിക്കാർക്ക് വേണമെങ്കിൽ ഈ ആൾതാമസം ഇല്ലാത്ത ദ്വീപിലേക്ക് പോവാം. ഉം. അവിടെ അവിടെ അവർക്ക് താവളമാക്കാം. അപ്പൊ അവർക്ക് വേസ്റ്റ് എന്തൊക്കെ ചെയ്യാം. മാനേജ്മെന്റിനും ഈ ആൾ താമസമില്ലാത്ത ദ്വീപുകൾ ഉപയോഗിക്കാൻ പറ്റില്ല? ഇതുവരെ എൻ്റെ അറിവില് അങ്ങനെ ഉപയോഗിച്ചതായിട്ട് കേട്ടിട്ടില്ല. ഉം. അതെന്ത് കൊണ്ടാണെന്ന് അറിയില്ല. മേ ബി അത് അതിനെപ്പറ്റി ഞാനും ചിന്തിച്ചിട്ടില്ല. താമസമില്ലാത്ത ദ്വീപ് ഉപയോഗിക്കാ ഉപയോഗിക്കാത്ത മേ ബി എന്തെങ്കിലും കാരണമായിരിക്കും. കാരണം ഇതില് ഈ 36 ദ്വീപുകളിൽ മീൻ പിടിക്കാൻ പോകുന്നുണ്ട് നമ്മൾ ആൾക്കാർ തന്നെ. ഉം. പലരും പല ദ്വീപുകളിലും നമ്മൾ ഈ ഫിഷർമാൻമാര് മീൻ പിടിക്കാൻ പോവാറുണ്ട്. അപ്പൊ അവര് മാസങ്ങളോളം അവിടെ തങ്ങാറുണ്ട്. അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയും ഉണ്ടാവാറുണ്ട്. മേ ബി ഇങ്ങനെ വേസ്റ്റ് മാനേജ്മെന്റ് അവിടെ കൊണ്ടുവരുമ്പോ അവരുടെ തൊഴിൽ ആണല്ലോ, അതിനെ ബാധിക്കുമെന്ന് കരുതിയിട്ടായിരിക്കാം. എന്റെ അറിവിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇതുവരെ. ലക്ഷദ്വീപിലെ മരങ്ങളുടെ പക്ഷെ കളർ ഇപ്പൊ എന്താ? മറ്റേ പെയിന്റ് അടിക്കുന്ന പരിപാടിയൊക്കെ നിർത്തിയോ? തെങ്ങുകൾക്ക് കാവിക്കുള്ളത്. ഇപ്പൊ കാണുന്നില്ല. ഇപ്പൊ നീ കാണുന്നില്ല. പക്ഷെ ആ പെയിന്റ് തന്നെ കിടപ്പുണ്ട് അവിടെ. അന്നടിച്ച ആ പെയിന്റ് കളർ ഇപ്പോഴും കിടപ്പുണ്ട്. ആ ആ കളർ തന്നെ പെയിന്റ് ഭയങ്കര ആണ് ഇപ്പൊ എവിടെ നിറഞ്ഞു നിന്ന് ചെന്നാലും കാണും. മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുമായിരുന്നല്ലോ ലക്ഷദ്വീപിന്റെ വാർത്തകള്. അതെങ്ങനെയാണ് അതെ. പിന്നീട് മെല്ലെ മെല്ലെ ഇല്ലാതായത്? എങ്ങനെയായിരുന്നു? പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമായിരുന്നോ? അതോ മാധ്യമങ്ങൾ മടുത്ത് പരിപാടി നിർത്തിയതാണോ? അതോ ഇത് ശീലായതാണോ നിങ്ങൾക്ക്? ഈ പീഡനവും ഇതൊക്കെ ഓക്കെ ഇത് ഞങ്ങളെ ലൈഫാണെന്നുണ്ട് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തതാണോ? ഇല്ല ചേച്ചി, അങ്ങനെയൊന്നുമല്ല. ഞങ്ങളുടെ പ്രശ്നം ഇന്നും ഉണ്ട്. ഞങ്ങൾക്ക് എപ്പോഴും പ്രശ്നം തന്നെയാണ്. ലക്ഷദ്വീപിൻ്റെത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എന്നും പ്രശ്നങ്ങളുണ്ട്. ജനങ്ങളുടെ ആവശ്യം, ബേസിക് നീഡ് എന്ന് പറയുന്നത് ലക്ഷദ്വീപിലേക്ക് നല്ലൊരു ഹോസ്പിറ്റലാണ്. അത് ഉം, ഇന്നേ വരെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഉം, അപ്പൊ ഈ ഹോസ്പിറ്റൽ ഇല്ലാത്ത ലക്ഷദ്വീപ് എന്നും ഈ ഒരു അവസ്ഥ തുടരേണ്ടി വരും. എന്നും നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി. കാരണം ഇവാക്വേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞാൽ ഇവാക്വേഷൻ നടത്തണം. അപ്പൊ ഇവാക്വേഷൻ കറക്റ്റ് സമയത്ത് കിട്ടിയില്ലെങ്കിൽ ആള് മരിച്ചു പോകും. ഇനി ഇവാക്വേഷൻ, ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു പേഷ്യന്റിന് ഇവാക്വേഷൻ നടത്താണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ സിലിണ്ടർ അതിലില്ലെങ്കിൽ അയാൾ വരുന്നത് തന്നെ അപകടം പിടിച്ച വഴിയിലൂടെ. കാരണം എയർ ലിഫ്റ്റ് നടത്തി വരിക എന്ന് പറയുന്നത് അയാളുടെ ഹാർട്ടിനെ കുറച്ചും കൂടെ മോശമാക്കുകയുള്ളൂ, ഓക്സിജൻ സിലിണ്ടർ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്നും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാഡായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിന്നൊക്കെ കര കയറാൻ പറ്റണമെങ്കിൽ ഇത് ഗവൺമെന്റ് തന്നെ കണ്ണു തുറക്കണം. ഉം, ഇപ്പൊ കിലിത്താൻ ദ്വീപിലേക്ക് നമ്മളെ MP, ഇപ്പൊ പുതിയതായിട്ട് വന്ന നമ്മൾ MP ഉണ്ടല്ലോ, ഹംദുള്ള സയ്യിദ്, എംപിലാഡ് ഫണ്ടിൽ നിന്ന് ഹോസ്പിറ്റലിന്റെ കുറച്ച് ഫെസിലിറ്റീസ് ഒക്കെ റെഡിയാക്കുന്നുണ്ട്. പുള്ളി അത് റെഡിയാക്കാനുള്ള ഫണ്ട് അവിടെ നിന്ന് തന്നെ പാസ്സാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ MP യുടെ സൈഡിൽ നിന്നൊരു ഗുണം നമുക്കുണ്ട്.
പ്ലസ് ഗവൺമെന്റിന്റെ ഭാഗം, ഗവൺമെന്റ് കുറച്ചും കൂടെ കണ്ണു തുറന്നാൽ നമുക്ക് എല്ലാ ഫെസിലിറ്റിയോടും കൂടിയ ഹോസ്പിറ്റൽ ലക്ഷദ്വീപിൽ വരും. അപ്പൊ നമുക്ക് ഈ ഇവാക്വേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. അത് നിർത്തിക്കൊണ്ട് നമുക്ക് ഈ ലക്ഷദ്വീപിലെ ഹോസ്പിറ്റലിലേക്ക് ആൾക്കാർക്ക് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ എത്രയോ ആൾക്കാരെ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റും. ഐഷ, ഇപ്പൊ അതിപ്പോഴും നമ്മള് നമ്മൾ സ്ട്രഗിൾ ജനറലൈസ് ചെയ്യുന്ന ചെയ്ത് ഒരു കാര്യം. പറയുന്നതിനേക്കാൾ ഇപ്പൊ ഐഷയോട് എപ്പോ സംസാരിക്കുകയാണെങ്കിൽ ഐഷയുടെ ലൈഫിനെ മിസ്സിങ്ങിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഐഷയുടെ വാപ്പയും അനിയനും അത്തരത്തിലുള്ള വ്യക്തിപരമായ ഒരു അനുഭവം കൂടിയാണത്. അത് ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും പരിഹരിക്കപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാ ഐഷയുടെ ലൈഫിൽ ഈ എക്സ്പീരിയൻസ് കാണുന്നത്? അത് എനിക്ക് കുറ്റബോധമാണ്. കാരണം ഞങ്ങളൊക്കെ ഇത്രയും ഫൈറ്റ് ചെയ്തിട്ടും അത് പരിഹരിക്കണില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളെല്ലാരും ഫെയിലിയർ അല്ലേ ആ കാര്യത്തിൽ. ഞാനടക്കം ഇപ്പോഴും ഐഷ ഫൈറ്റ് ചെയ്തിട്ടും എക്സ്പീരിയൻസ് ചെയ്തത് ആ ഒരു എന്തായിരുന്നു? കാര്യത്തിന് പലപ്പോഴും ഐഷ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഈ സാഹചര്യത്തിൽ ഞാൻ വീണ്ടും ഒന്നുകൂടെ അത് ഓർമ്മിപ്പിക്കാം. എന്താ ഐഷ എക്സ്പീരിയൻസ് ചെയ്തത് എന്തായിരുന്നു അന്ന്? എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, എന്റെ വാപ്പാടെ മരണം അത് എന്നെ വല്ലാതെ വല്ലാതെ ഒരു വേറൊരു മൂഡിലേക്ക് കൊണ്ടുപോയി. കാരണം എനിക്കാണെങ്കിൽ എന്റെ വാപ്പ മരിച്ചു കഴിഞ്ഞിട്ട് 2 മാസം കഴിയുമ്പോൾ എന്റെ നേരെ അനിയൻ മരിച്ചു. ഈ 2 മരണം ഒരേ സമയത്ത് ഫേസ് ചെയ്യേണ്ടി വന്ന ഒരാളാണ്. പ്ലസ് എന്റെ ഉമ്മയുടെ ഒരു ഡിപ്രഷൻ മൂഡ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടൊരു കുഞ്ഞനിയനുണ്ട് എനിക്ക്, അവന്റെ ഒരു ഡിപ്രഷൻ മൂഡുണ്ട്. അപ്പൊ ഇവര് രണ്ടുപേരെയും ശരിയാക്കുന്നതിന്റെ ഇടയ്ക്ക് ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു മാനസികാവസ്ഥയുണ്ട്. അതായത് നമുക്ക് കരയാനും പറ്റില്ല ഇവരെ മുമ്പില്, ഇവരെ നമുക്ക് ഇരുന്നൊക്കെ പുറത്ത് കൊണ്ടുവരണം. അപ്പൊ അതൊരു ആ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ ചേച്ചി, അതൊക്കെ ഒരു എന്താ പറയാ, അനുഭവിച്ച ആൾക്ക് മാത്രമേ ഉള്ളൂ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇതൊക്കെ ഈ പറയുന്ന എന്നെ കളിയാക്കുന്ന സംഘികളോ ലക്ഷദ്വീപിൽ ഒരു അല്ലെങ്കിൽ ഇപ്പൊ ആശുപത്രി എന്നെ ഉണ്ടായിരുന്നെങ്കിൽ കളിയാക്കുന്ന ഐഷ ഇത് ഫേസ് ചെയ്യേണ്ടി വരില്ലായിരുന്നല്ലോ അന്ന്, അല്ലേ? ഒരിക്കലും ഇല്ലായിരുന്നു ചേച്ചി. ലക്ഷദ്വീപിൽ നല്ലൊരു ഹോസ്പിറ്റലും ഈ ഫെസിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു നഷ്ടം തന്നെ സംഭവിക്കില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ലൈഫ് തന്നെ കാരണം ശരിക്കും എന്റെ ഡിഫറെന്റ് ആയി വാപ്പാക്ക് പോയേനെ അല്ലെ? ഐഷയുടെ ജീവിതം തന്നെ വേറെയല്ലേ? ഒരു ആശുപത്രി അപ്പൊ ഇപ്പൊ എന്റെ ഒരു ഐഷ എൻ- ഒരു എൻ- എക്സാമ്പിൾ മാത്രമാണല്ലോ. അപ്പൊ ലക്ഷദ്വീപിലെ മൊത്തം മനുഷ്യരുടെയും ജീവിതം ചിലപ്പോൾ വേറെ ആയിരിക്കും അല്ലെ? ഇതുപോലെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടാതെയും ആളുകള് ആരോഗ്യമായിട്ടിരിക്കുകയും എത്ര ചേച്ചി, ഓരോ വീടുകളിലും ഉണ്ടാവും ഈ നഷ്ടങ്ങളുടെ കഥ. ഇപ്പൊ ഞാൻ എന്റെ മാത്രം കഥ പറയുമ്പോ ചിലപ്പോ എനിക്ക് നഷ്ടപ്പെട്ട 2 പേരെ ആണെങ്കിൽ ഒരു വീട്ടിൽ ചിലപ്പോ 5-6 പേരെ നഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടായി. എല്ലാ ലക്ഷദ്വീപ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വീട്ടിൽ പോലും ചിലപ്പോൾ നഷ്ടങ്ങൾ ഇതേപോലെ ഇവാക്വേഷൻ കറക്റ്റ് സമയത്ത് കിട്ടാതെ, അല്ലെങ്കിൽ കറക്റ്റ് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റാതെ, ഹോസ്പിറ്റലിന്റെ ചികിത്സാ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ മരണപ്പെട്ട ഒരുപാട് ആളുകൾ, ഒരുപാട് ഇവാക്യുവേഷനിൽ ആളുകൾ വരുന്ന പ്രശ്നങ്ങൾ ഇവർക്കൊക്കെ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഹെലികോപ്റ്റർ ഒക്കെ റെഡിയായി നിൽക്കുകയാണ്, എപ്പോ വേണമെങ്കിലും ഇവാക്യുവേറ്റ് ചെയ്യാൻ നല്ല ആളുകൾ പറയുന്നത്? എപ്പോ വേണമെങ്കിലും എന്ത് പ്രശ്നം ആളുകളല്ലേ പറയുന്നത്. കൊച്ചിയിൽ ഉടനെ ആളുകൾക്ക് അങ്ങനെ പറയാലോ? ഒരിക്കലും ഇല്ല ഇവാക്യുവേഷനിലെ ചേച്ചി. പ്രശ്നങ്ങൾ കറക്റ്റ് എന്തൊക്കെയാണ്? ഇപ്പൊ സമയത്ത് ഒരാൾക്ക് പെട്ടെന്നൊരു അത്യാഹിതം അവിടെ സംഭവിക്കുകയാണെങ്കിൽ ആ ഇവാക്യുവേഷൻ പ്രോസസ്സ് എന്താണ് ശരിക്കും? ശരിക്കും അവർ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ഡോക്ടറിന്റെ ഒരു ഇതുണ്ടാവും, ഇവരെ ഇവാക്വേഷൻ ചെയ്യണം, ഇവിടെ അതിനുള്ള ഫെസിലിറ്റി ഇല്ല എന്ന് പറയുമ്പോൾ ഉം, അതിന്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഈ പറയുന്ന ഹെലികോപ്റ്റർ അവിടെ എത്തണം എന്നുള്ളതാണ് ശരിക്കും അതിന്റെ ഒരു വശം. ഉം. പക്ഷെ ലക്ഷദ്വീപില് ഞാൻ ഇന്നേ വരെ കറക്റ്റ് സമയത്ത് ഒരു ഇവാക്വേഷൻ നടന്നതായിട്ട് എന്റെ അറിവിലില്ല. ഉം. കാരണം ഈ പറയുന്ന പോലെ അവരവരെ സൗകര്യത്തിനായിരിക്കും ഇവാക്വേഷൻ നടത്തുക. ഇവരുടെ സൗകര്യത്തിന് നടത്തുമ്പോൾ ആ പേഷ്യന്റിന്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ ആ പേഷ്യന്റിന് ഇനി ഇവാക്വേഷൻ നടത്തുന്ന ഒരു എത്രയോ ഇപ്പൊ ഈ അടുത്ത് വരെ ഒരു മരണം നടന്നിട്ടുണ്ട് കറക്റ്റ് സമയത്ത് ഇവാക്വേഷൻ കിട്ടാതെ. ആളുകൾ ആളുകള് മനഃപൂർവ്വം ഇങ്ങനെ വൈകിച്ച്, എനിക്ക് അറിയില്ല ഇവരെന്താ ചെയ്യുന്നത്. ഇവരെ ഇത്രയും ഇത്രയും എങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നുണ്ട് മനുഷ്യരെ? ഇന്നിപ്പോ പശുക്കൾക്ക് വരെ നല്ല ആംബുലൻസ് ഉള്ള ഇന്ത്യയിലാണ് കേട്ടോ. കറക്റ്റ് ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് ഹോസ്പിറ്റലും ഒന്നും ഇല്ലാത്ത, മര്യാദയ്ക്ക് ചികിത്സിക്കാനുള്ള ഒരു അവസരം കൊടുക്കാത്തത്. ഇന്ന് ഞങ്ങളുടെ ഒരു MP നല്ല ആളായത് കൊണ്ട് പല കാര്യങ്ങളും ആളുടെ ഹെൽപ്പ് കിട്ടാറുണ്ട്. എല്ലാ കാര്യത്തിലും ആള് കറക്റ്റ് സമയത്ത് ഇടപെടാറുണ്ട്. ഞാൻ കണ്ടതിൽ ഇപ്പോ ബിത്രയുടെ ഈ പ്രശ്നം വന്നപ്പോ തന്നെ പുള്ളി MP ഇടപെട്ടിട്ടുണ്ട്. MP കേസിന് പോകുന്നാണ് പറഞ്ഞത്. ലക്ഷദ്വീപുകാരെ കുടിയൊഴിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഞങ്ങൾ കേസിന് പോകാൻ തയ്യാറാണെന്നും പറഞ്ഞിട്ടാണ് പുള്ളിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. മാത്രമല്ല പുള്ളി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പാർലമെന്റിന്റെ ടൈം അല്ലല്ലോ, കമ്മിറ്റി കൂടുന്ന സമയമല്ലല്ലോ. ഇതിപ്പോ 21-ാം തീയതി ആണെന്ന് തോന്നുന്നു ഇനിയിപ്പോ അടുത്ത ഇത് സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ അവതരിപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്. അവർക്കൊരു നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊരു ഫോർമാലിറ്റി ഉണ്ടല്ലോ അവിടെ പ്രോട്ടോകോൾസ് അനുസരിച്ച്.
അപ്പൊ അതില് ആൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആൾ ഇത് അവതരിപ്പിക്കാൻ വേണ്ടി റെഡിയായി ഒരു നിൽക്കുകയാണ്. കാരണം ആശുപത്രി ജനങ്ങളുടെ ഒപ്പം വരാനുള്ള നിൽക്കും. തടസ്സം എന്താണ്? കൺസ്ട്രക്ഷൻ പറ്റാത്തതുകൊണ്ടാണോ? പരിസ്ഥിതി ദുർബല പ്രദേശം ആയതുകൊണ്ടാണോ? ഒരു ആശുപത്രി ലക്ഷദ്വീപിൽ പണിയാനുള്ള തടസ്സം എന്താണ്? ആശുപത്രി ലക്ഷദ്വീപിൽ പണിയാനുള്ള യാതൊരു തടസ്സവും ഒരു തടസ്സവും എന്റെ അറിവിൽ കാണുന്നില്ല. കാരണം കവരത്തി എന്ന് പറഞ്ഞ ഐലൻഡ് ഉണ്ട്, അഗത്തി എന്ന് പറഞ്ഞ ഐലൻഡ് ഉണ്ട്. ഇവിടെയൊക്കെ ഹോസ്പിറ്റല്, നല്ലൊരു ഹോസ്പിറ്റലും അവിടെ ഫുൾ ഫെസിലിറ്റിയും കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. പക്ഷെ ശ്രമിക്കുന്നില്ല. ഈ ഹോസ്പിറ്റലും കാര്യങ്ങളെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ ജനങ്ങൾ ബുദ്ധിമുട്ടില്ലല്ലോ. ജനങ്ങൾ ബുദ്ധിമുട്ടിയില്ലെങ്കിൽ ജനങ്ങൾ ആ നാട് വിട്ടു പോവില്ലല്ലോ. ജനങ്ങൾ ബുദ്ധിമുട്ടിയാൽ മാത്രമല്ലേ നാട് വിട്ടു പോവുള്ളൂ. ചേച്ചി, ഇതൊരു സൈക്കോളജിയാണ്, ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഇത് തരണം ചെയ്യും, ഞാൻ ഇതിനെ ഫൈറ്റ് ചെയ്യും. ചിലപ്പോ എനിക്ക് പുറകെ വരുന്ന ഒരു ജനറേഷൻ ചിലപ്പോ ഇത് നോക്കിക്കൊണ്ടിരിക്കില്ല. ആയിഷ കരുതുന്നത് അവർക്ക് ലക്ഷദ്വീപിനെ പൂർണ്ണമായിട്ടും മനുഷ്യരെ ഒഴിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള പലതരം ബുദ്ധിമുട്ടുകളായതെന്നാ കരുതുന്നത്? ആയിരിക്കുമല്ലോ. കാരണം ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ 2014 മുമ്പൊക്കെ ഈ ഹോസ്പിറ്റലൊക്കെ ഉണ്ട്, നല്ല നല്ല ഡോക്ടർമാരും ഉണ്ട്, നഴ്സുമാരും ഉണ്ട്. ചികിത്സ കൃത്യസമയത്ത് അവിടെ ചികിത്സിക്കാൻ പറ്റില്ലെങ്കിൽ കറക്റ്റ് ടൈമിൽ ഇവാക്യുവേഷൻ നടത്താൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് 2014 ശേഷം ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് വരികയാണ്. കറക്റ്റ് സമയത്ത് ഇവാക്വേഷൻ നടത്താൻ പറ്റുന്നില്ല, ഹോസ്പിറ്റലിൽ ചെന്ന ഡോക്ടർമാര് കിട്ടുന്നില്ല, നഴ്സുമാരില്ല, മെഡിസിൻസ് ഇല്ല. ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുമ്പോ നമ്മൾ ശ്വാസം മുട്ടിപ്പോവില്ലേ ജനങ്ങൾ? ജനങ്ങൾ എന്താ ചെയ്യാ? ജനങ്ങൾ എവിടേക്ക് ഓടും? ഞാൻ പറയുന്നത്, ലക്ഷദ്വീപിൽ നിന്ന് കപ്പൽ കയറി വേണം അവർക്ക് കേരളത്തിലേക്ക് എത്താൻ. ഇല്ലെങ്കിൽ ഇവാക്വേഷൻ നടത്തി ഹെലികോപ്റ്റർ മാർഗമേ അവർക്ക് വരാൻ പറ്റൂ. സൈക്കിൾ ഓടിച്ച് വരാൻ പറ്റില്ലല്ലോ. അറ്റ്ലീസ്റ്റ് വേറെ ഒരു വാഹനവും ഇല്ല, കാറിൽ വരാൻ പറ്റില്ല. അതല്ലല്ലോ, കടൽ കടന്ന് വരേണ്ടതല്ലേ. കേരളത്തെ ആശ്രയിച്ചല്ലേ നമ്മൾ എല്ലാവരും ഇരിക്കുന്നത് ഇപ്പോ. അപ്പൊ ഈ സാഹചര്യം എന്ന് പറയുന്നത് ഒരു ജനങ്ങളുടെ ബേസിക് നീഡാണ്. ഇവിടെ ബുദ്ധിമുട്ടിക്കുമ്പോ ജനങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടാനാണ് നോക്കുക. അപ്പൊ അങ്ങനെ ചിന്തിച്ചുകൂടെ? ഒന്ന് ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇവര് ഹോസ്പിറ്റലിന്റെ കാര്യത്തിന് ഒരു നീക്കം നടത്തുന്നില്ല? ഇത്രയും വലിയ ടെന്റ് സിറ്റിയും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ മുൻകൈ എടുത്ത് നടത്തുമ്പോ എന്തുകൊണ്ട് അവരൊരു നല്ല ഹോസ്പിറ്റൽ, നല്ലൊരു ഡോക്ടർമാരെ കൊടുക്കുന്നില്ല? നല്ലൊരു നഴ്സ് ഇല്ല, ഡോക്ടർ ഇല്ല. ഈ ഒരു അവസ്ഥയിലേക്ക് എങ്ങനെയാണ് നാടിനെ കൊണ്ട് എത്തിക്കാൻ പറ്റുന്നത്? അപ്പൊ അത് മനഃപൂർവ്വമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ മുൻ MP ആയിരുന്ന ആള്, അയാൾക്ക് മാലി മോഡൽ ടൂറിസം വേണമെന്ന് പറയുന്ന സ്ഥലത്തേക്ക് നല്ലൊരു ഹോസ്പിറ്റൽ വേണമെന്ന് അയാൾക്ക് എന്താ പറയാൻ പറ്റാത്ത? ജനങ്ങളുടെ പൾസ് അറിഞ്ഞു വേണ്ടേ? ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ നമ്മള് വോട്ടിട്ട് ഇവരൊക്കെ ജയിപ്പിച്ച് പാർലമെന്റിലേക്ക് വിടുന്നത്? നമ്മളെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ്. അവിടെ പോയിട്ട് നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പകരം നമ്മളെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് അതിനൊരു മാർഗം ഉണ്ടാക്കുന്നതിന് പകരം അവിടെ പോയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ പോയിരിക്കുകയാണ്. മാലി മോഡൽ ടൂറിസം കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. സമാധാനപരമായിട്ട് മിനിമം ജീവിക്കാൻ അവിടെ എന്തെല്ലാമാണ്? ലക്ഷദ്വീപിന് ഇനി എന്തെല്ലാം ആവശ്യമുണ്ട്? ഒന്ന് ആശുപത്രി, വേസ്റ്റ് മാനേജ്മെന്റ്, വേസ്റ്റ് ടൂറിസം. മാനേജ്മെന്റ്, വെള്ളത്തിന്റെ ഇഷ്യൂസ് ഇപ്പോ എല്ലാ ദ്വീപിലും പരിഹരിക്കപ്പെടണം. പല ദ്വീപുകളിലും വെള്ളം. ചില ഏരിയയിലൊക്കെ ഉപ്പുവെള്ളം കിട്ടുന്നുണ്ട്. പക്ഷെ പരിഹരിച്ചു വരുന്നുണ്ട് അതൊക്കെ ഓരോന്നോരോന്നായിട്ട്. ടൂറിസത്തിന് ചില ഞാൻ പറഞ്ഞ ഗൈഡ് ലൈൻസ് വേണോ ടൂറിസ്റ്റുകൾ വരുന്നതിന്? വേണം വേണം. കാരണം എന്ന് വെച്ചാൽ ഓവർ ടൂറിസ്റ്റുകാരെ നമുക്ക് അക്കോമഡേഷൻ പറ്റത്തില്ല. അക്കോമഡേഷൻ കൊടുക്കുമ്പോൾ ഓവർ ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവിടെ നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും. വേസ്റ്റ് മാനേജ്മെന്റ് ആയാലും വെള്ളത്തിൻ്റെതായാലും ഒക്കെ ഒരു ക്യാരിങ് കപ്പാസിറ്റി അതിനനുസരിച്ചില്ല ലക്ഷദ്വീപില്. ആയിഷ പറഞ്ഞ പോലെ അപ്പൊ പള്ളി പൊളിക്കുക, സ്കൂള് പൊളിക്കുക, അല്ലെങ്കിൽ ഒരു ദ്വീപ് ഒഴിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ശരിക്കും ഇവിടുത്തെ ആളുകളെ അല്ല, നിങ്ങൾ എന്നായാലും ഇവിടുന്ന് പോകേണ്ടതാണ് എന്നുള്ള സാധനമാണല്ലോ ഇൻജെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഓരോന്ന് നിങ്ങൾക്ക് അത് ഇതായി ജീവിക്കാനുള്ള ഫെസിലിറ്റി ഞങ്ങൾ, ഇത് നിങ്ങളുടെ സ്കൂള്, ഇത് നിങ്ങളുടെ ആശുപത്രി, അങ്ങനെയല്ലല്ലോ. അതിന് പകരം ഓരോന്നായിട്ട് പൊളിച്ച് പൊളിച്ച് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോകും എന്നുള്ള ഒരു തരം പലായനത്തിന്റെ ഭീതി തന്നെയല്ലേ തലയ്ക്ക് മീതെ ഇങ്ങനെ നിൽക്കുന്നത്? നിങ്ങളെ മണ്ണല്ല നിങ്ങൾ ചേച്ചി അതാ പറഞ്ഞത്. ചേച്ചി ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലക്ഷദ്വീപിലെ പ്രശ്നങ്ങൾ എങ്ങനെ ഒതുങ്ങി എന്നുള്ളത്. ചേച്ചി ചോദിച്ചില്ലേ പുറത്തേക്കൊന്നും കാണാറില്ല, നിങ്ങൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയോ എന്നുള്ളത്. ഞങ്ങൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ടൊന്നുമില്ല. പക്ഷെ BJPക്കെതിരെ ആരും സംസാരിക്കരുതെന്ന് ഈ പറയുന്ന MP പലപ്പോഴായിട്ട് എല്ലാരോടും പറഞ്ഞിട്ടുണ്ട്, ഫൈസൽ. ഓക്കെ, BJPക്കെതിരെ സംസാരിക്കരുത്. നിങ്ങൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രഫുൽ ഗോഡ പട്ടേൽക്ക് എതിരെ മാത്രം സംസാരിക്കാൻ. അതെന്താ? BJP വിട്ട ആളല്ലേ പ്രഫുൽ ഗോഡ പട്ടേൽ? അല്ലാതെ പറന്നു വന്ന ആളാണ്.
ഇപ്പോഴത്തെ അപ്പൊ ഞാൻ അഡ്മിനിസ്ട്രേറ്റർ പുള്ളി മനസ്സിലാക്കി തന്നെയാണോ? ഇപ്പൊ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടിരിക്കുന്ന പുള്ളി ആ തന്നെ? പുള്ളി തന്നെയാണ്, അതാണ് ഞാൻ പുള്ളി തന്നെയാണ് ചോദിക്കുന്നത്, ഈ ഇരിക്കുന്നത്. വാർത്തകളുടെ തലക്കെട്ടിൽ നിന്ന് എങ്ങനെയാ പുള്ളി പോയത് അപ്പോ? തലക്കെട്ടിൽ നിന്ന് പോവാനുള്ള റീസൺ ഈ എം പി ആണ്, അന്നത്തെ എം പി ആണ്. ഫൈസൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ തലക്കെട്ടിൽ നിന്ന് ഇതൊക്കെ മാറ്റി. കാരണം പുള്ളി പല മാധ്യമങ്ങളോടും പറഞ്ഞിരിക്കുകയാണ് ലക്ഷദ്വീപിൽ അധികം പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ. ഉം. പുള്ളി ആളാവാൻ വേണ്ടി കുറെ അത്തരത്തിലുള്ളൊരു ഗെയിം തന്നെയാണ് ഇത്. പല 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 മാധ്യമങ്ങളോടും പുള്ളിയുടെ ഒരു കോണ്ടാക്ട് ഒക്കെ യൂസ് ചെയ്ത് അങ്ങനെയൊക്കെ പറഞ്ഞ് പുള്ളിക്ക് പലരും സ്ത്രീധനം കിട്ടിയതൊന്നുമല്ലല്ലോ ശാന്തമായിപ്പോയി. ലക്ഷദ്വീപ് പുള്ളിക്ക് എടുത്ത് BJP ക്ക് എഴുതി കൊടുക്കാൻ വേണ്ടി. പുള്ളിയുടെ തറവാട്ട് സ്വത്ത് എങ്ങാനുമാണോ അത് എടുത്ത് BJP ഇത് ക്ക് എന്നാ തന്നെയാണ് നിങ്ങൾ എനിക്കും എടുത്തോ? ചോദിക്കാനുള്ളത്. അല്ല, ഇത് തന്നെയാണ് ഞാനും ചോദിച്ചത് അതോട്. അയാൾക്ക് സ്ത്രീധനം കിട്ടിയതൊന്നും അല്ലല്ലോ ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. ഞങ്ങള് വോട്ടിട്ട്, ഞാനടക്കമുള്ള ആൾക്കാർ വോട്ടിട്ട് ജയിപ്പിച്ച് പാർലമെന്റിൽ വിട്ടത് ഞങ്ങൾക്ക് വേണ്ടിയാണ്, ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനാണ്. അല്ലാതെ ഇയാളുടെ വീട്ടിലേക്കും വീട്ടുകാർക്കും ഇയാളുടെ കുടുംബത്തിന് ബിസിനസ് ചെയ്യാനും ഒന്നും അല്ല. ഇതിപ്പോ നടന്നത് നേരെ ഓപ്പോസിറ്റ്. ഇയാളുടെ കുടുംബത്തിനും ഇയാൾക്കും ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി, ഇയാളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇയാള് നമ്മളെ ലക്ഷദ്വീപിനെ ഒറ്റിക്കൊടുത്തത്. ഞാൻ ഈ വാക്കുകളാണ് ചേച്ചി യൂസ് ചെയ്യുക. അയാള് എന്നെയും ഞങ്ങളെ ലക്ഷദ്വീപിലെ ജനങ്ങളെയും എല്ലാവരെയും ഒന്നടങ്കം BJP ഗവൺമെന്റിന് ഒറ്റിക്കൊടുത്ത വ്യക്തി. അയാളുടെ പഴയ ഇന്റർവ്യൂ ഒക്കെ എടുത്ത് നോക്ക്. ഈ ഫൈസൽ പഴയ ഇന്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ചേച്ചി, BJP ഏറ്റവും നല്ല പാർട്ടിയാണ്, BJPക്കാർ ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടാണ് ചെയ്യുന്നത്, BJP ഞങ്ങൾക്ക് നല്ല നല്ല വികസനമാണ് നല്ല നല്ല വികസനം എന്താണ്? മാലി മോഡൽ ടൂറിസമാണ് ഇയാള് കാഴ്ചപ്പാടിൽ കണ്ട നല്ല നല്ല വികസനം. അതായത് ഞങ്ങൾ പാവപ്പെട്ട ജനങ്ങളൊക്കെ പുകച്ചു പുറത്തു ചാടിച്ച് അത് അദാനിക്കും അംബാനിക്കും ഒക്കെ കൊടുത്ത് നല്ല മാലി മോഡൽ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശമാണ് ഈ പറയപ്പെടുന്ന എല്ലാവരും കാഴ്ചവെച്ചത്. അപ്പൊ ഞാനൊക്കെ എങ്ങനെയാണ് ചേച്ചി പ്രതികരിക്കേണ്ടത് ഒന്ന് പറ. ഞങ്ങളൊക്കെ മണ്ടന്മാരായില്ലേ? ഇയാൾക്ക് വോട്ടിട്ട് ജയിപ്പിച്ച ജനങ്ങൾ മണ്ടന്മാരല്ലേ? ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിവ് നടത്തി കേസ് നടത്തേണ്ട ഗതികേടെന്ന് പറയുന്നത് ഗതികേടല്ല, അതുപോലും മിസ്യൂസ് ചെയ്തു ഇപ്രാവശ്യത്തെ ജനങ്ങളെ. ഇലക്ഷനില് ആയിഷ ഇലക്ഷൻ ക്യാമ്പയിൻ ഇറങ്ങിയോ? നടന്നു പറഞ്ഞോ ഞാൻ ഇറങ്ങാതെ ഇത് പറ്റില്ല, ഇത് നടന്നു പറഞ്ഞോ ഇങ്ങനെ ചെയ്തു നമ്മൾ പറയണ്ടേ? ചെയ്തു എന്ന്? ജനങ്ങളെ പറ്റിച്ച കാര്യം, ഇയാള് ജനങ്ങളെ പറ്റിച്ച എന്തൊക്കെ പറഞ്ഞെന്നറിയോ? കോമഡിയാണ്. അതായത് അഗത്തി ദ്വീപിലേക്ക് സ്കാനിങ് കൊണ്ടുവരും എന്ന് പറഞ്ഞു, MRI സ്കാനിങ്. ഉം. ഇന്നേ വരെ കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പോ ഉം. ഇതുവരെക്കും എത്തിയിട്ടില്ല സാധനം. ഇത് 2014 മുതൽ ആള് എന്നിട്ട് പറ്റില്ലേ? പറയുന്നതാ കൊണ്ടുവരും. തോറ്റാ പിന്നെ കൊണ്ടുവരണ്ടല്ലോ. ഇല്ലില്ല, അതിപ്പോ അല്ലേ, തോക്കുന്നതിന് മുമ്പേ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങളാ. ഇങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. 500 പേര് യാത്ര ചെയ്യുന്ന നിറച്ചും ക്യാബിനുള്ള കപ്പലൊക്കെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചു. കപ്പല് പോയിട്ട് ഉള്ള കപ്പല് കംപ്ലീറ്റ് വെട്ടിക്കുറയ്ക്കേണ്ട അവസ്ഥയാണ്. ഏ? അപ്പോ ജനങ്ങളെ പറ്റിച്ച് മുതലെടുത്ത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഒറ്റിക്കൊടുത്തതാണ്. എനിക്ക് നല്ല വെറുപ്പുണ്ട് കേട്ടോ ചേച്ചി. എനിക്ക് പേഴ്സണലായിട്ട് ഇയാള് വ്യക്തിപരമായിട്ട് എനിക്ക് ഇയാളെ അറിയില്ല. പക്ഷെ എന്റെ വാപ്പ വിശ്വസിച്ച ഒരു പാർട്ടിയായിരുന്നു ഈ NCPS. എന്റെ വാപ്പ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്തിരുന്നു ഇവരുടെ പാർട്ടി. എന്റെ വാപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോളെ ഇന്ന ആളാണ്, അയാൾക്ക് വേണ്ടി വോട്ടിടണം എന്ന് പറഞ്ഞപ്പോ ഒരു ചോദ്യം പോലും ചോദിക്കാതെ വോട്ടിട്ട ആളാണ് ഞാൻ. ഈ ആളാണ് പാർലമെന്റിൽ പോയത്, ഞങ്ങളുടെ ഒക്കെ വോട്ടും മേടിച്ച്. എന്റെ വാപ്പ മരിച്ചു. ഇന്ന് ഞാൻ മനസ്സിലാക്കി ലക്ഷദ്വീപിന്റെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണെന്ന്. ഞാൻ കൂടുതലും അറിഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയത് ഇതൊക്കെയാണ്. എന്റെ കൈ കൊണ്ട് വോട്ടിട്ട് രാഹുൽ ഗാന്ധി പ്രൈം മിനിസ്റ്റർ ആവണ്ടെന്ന് പറയണമെങ്കിൽ അയാളുടെ ഒരു മനക്കെട്ടി ആലോചിച്ചൊക്കെ. ഇന്ന് നമ്മൾ എല്ലാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇന്ത്യ മുന്നണി വരണമെന്നാണ്. ആണോ അല്ലയോ? എന്നാലാണ് ഇപ്പോഴത്തെ പ്രശ്നം മാറുള്ളൂ. നല്ലൊരു പ്രതിപക്ഷം ഉണ്ടെങ്കിൽ നമുക്കൊക്കെ രക്ഷയുള്ളൂ ഇപ്പോ. അപ്പൊ ഇന്നിപ്പോ നമ്മൾ എല്ലാരും ഫൈറ്റ് ചെയ്യുന്ന അതിനു വേണ്ടിയിട്ടാണ്. ഇന്ത്യയോട് ഇഷ്ടമുള്ള ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാവരും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനും ചേച്ചി നിരന്തരം യൂട്യൂബിലൂടെ വരുന്നത് എന്താ, ഒരാളെങ്കിൽ ഒരാള് ഒന്ന് മാറി ചിന്തിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നല്ലേ? ചേച്ചിക്കും ഒരു മെസ്സേജ് പാസ് ചെയ്യാനാണല്ലോ വരുന്നത് ചേച്ചി. അപ്പൊ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരാള് വന്ന് സ്റ്റേജിൽ നിന്ന് പറയാണ്, അതും ഞങ്ങളൊക്കെ വോട്ടിട്ട് ജയിപ്പിച്ച ഞങ്ങളെ ലക്ഷദ്വീപിന്റെ മുൻ MP ആയിട്ടുള്ള ഫൈസൽ പറയാണ്, എന്റെ കൈ കൊണ്ട് വോട്ടിട്ട് രാഹുൽ ഗാന്ധി പ്രൈം മിനിസ്റ്റർ ആവണ്ടാണ്.
എന്തൊരു ക്രൂരതയാണ് അയാളുടെ മനസ്സ്. എന്ന് കോൺഗ്രസിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് BJP എന്ന്. അല്ല, പക്ഷെ ആളുകൾക്ക് അത് കോൺഗ്രസ് മനസ്സിലായതുകൊണ്ടാണല്ലോ തോറ്റതല്ലേ? ആളുകൾക്ക് അത് ബോധ്യപ്പെടുത്താൻ പറ്റി അല്ലേ നിങ്ങൾക്ക്? ഇയാൾ ആ ഇങ്ങനെയൊക്കെയാണ് ലക്ഷദ്വീപിൽ തുറന്നു കാണിക്കണം. അതുകൊണ്ടല്ലേ തോറ്റത്. ഉം. ലക്ഷദ്വീപിൽ തുറന്നു കാണിച്ചാൽ മാത്രമല്ലേ ചേച്ചി രക്ഷയുള്ളൂ. കാരണം ലക്ഷദ്വീപുകാരൻ ലക്ഷദ്വീപുകാരെയാണ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. നമ്മള് ഒരിക്കലും ആരുടെയും ഭക്തന്മാരായി പോകരുത്. ഉം. അതേ എനിക്ക് പറയാനുള്ളൂ. അതാ ഏതൊരു പാർട്ടിയുടെ ആയാലും നമ്മൾ ഒരാളുടെയും ഭക്തന്മാരായി പോകരുത്. ഇയാള് പ്രചരിപ്പിച്ച ഒരു രീതി എങ്ങനെയാണെന്ന് അറിയോ? ഇയാള് രാജാവാണ്. ഇയാളുടെ പഴയ വീഡിയോ ഒക്കെ എടുത്ത് കാണുക. ആൾക്കാരൊക്കെ ഇടുന്ന ഒരു രാജാവിനെ പോലെ ഇയാള് മാത്രമേ ലക്ഷദ്വീപിൽ ഒരു ആണായിട്ടുള്ളൂ, എന്റെ ബാക്കി ആരും ആണുങ്ങളില്ലേ? ലക്ഷദ്വീപിൽ ഇയാളെ കട്ടി എത്രയോ പക്വതപരമായിട്ട് കാര്യങ്ങളിൽ നോളജ് ഉള്ള എത്രയോ ആളുകളുണ്ട്. ഇയാള് ശരിക്കും പാർലമെന്റിൽ പോയത് എന്തിനാണ്? ബിസിനസ് ആവശ്യത്തിനാണ്. ഞാൻ വേറൊരു കാര്യം പറഞ്ഞ, അയാളുടെ കുടുംബം മുഴുവനും രക്ഷപ്പെട്ടു. ഉം. അയാളുടെ കുടുംബക്കാരെല്ലാവരും അതാത് പൊസിഷനിലാണ്. ഉം. ഇവിടെയും പുറത്തും അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് ബിസിനസ് ഉണ്ട്. എല്ലാ മേഖലകളിലും അവരുടെ ആൾക്കാരുണ്ട്. അവരൊക്കെ രക്ഷപ്പെട്ടിരിക്കുക. സാധാ ജനങ്ങൾ ഇന്നും അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഉം. അപ്പം ഇതാണ് അവസ്ഥ, ലക്ഷദ്വീപിന്റെ അവസ്ഥ. കടുത്ത രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആയിഷ സംഗീന കല്യാണം കഴിച്ചത് ശരിയായില്ല എന്നാണ് ഞാൻ ഈ വാർത്ത ആദ്യമായിട്ട് കാണുന്ന. അങ്ങനെയാണ് ഈ ആയിഷ കല്യാണം കഴിച്ച താൻ ആദ്യമായിട്ട് ശ്രദ്ധയിൽ പെടുന്നത് ആയിഷ ഏതോ സംഗീന്റെ കൂടെ ഒളിച്ചോടി പോയിന്നോ, എന്തോ രഹസ്യമായിട്ട് കല്യാണം കഴിച്ചെന്നോ ഒക്കെയാണ് കാണുന്നത്. അപ്പൊ ഞാനിങ്ങനെ ഭയങ്കര വിചാരിച്ചു ചേച്ചി വിശ്വസിക്കോ അത്? എന്നെ അറിയുന്ന അങ്ങനെയൊക്കെ ഒരാളാണ് ചേച്ചി. സംഭവിക്കോ? ചേച്ചിക്ക് അത് വിശ്വസിക്കാൻ പറ്റും? ഇല്ല, നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇനി എന്തോ അങ്ങനെ എങ്ങാണ്ട് നിരന്തരം സമ്മതിച്ച് ഇനിയിപ്പോ ഏത് സംഖ്യ ആയിരിക്കും അത് എന്നൊക്കെ നോക്കുമ്പോ അപ്പൊ പേരൊന്നും നോക്കുമ്പോ ഇത് ശരിയാവുന്നില്ല. ഇത് സംഖ്യയാണോ, ഈ പേരുള്ള ആള് സംഖ്യയാണോ എന്നൊക്കെയുള്ള പേരുകളും ഫോട്ടോകളും ഒക്കെ ആളൊരു പ്രചരിക്കുന്നുണ്ടല്ലോ. അതെ അപ്പൊ പക്ഷെ പിന്നീട് അതെ നോക്കുമ്പോൾ സംഘപരിവാർ അനുകൂല യൂട്യൂബ് ചാനലിലൊക്കെ വലിയ എന്തോ യുദ്ധം നടക്കുന്ന പോലെ ആയിഷ നാടിനെ ചതിച്ച്, ലക്ഷദ്വീപിനെ ചതിച്ചു, വിശ്വസിച്ചവരെ വഞ്ചിച്ചു എന്നുള്ള രീതിയിലുള്ള നിലവിളിയാണ് നടക്കുന്നത്. ഇതിന് കാരണക്കാരാരെന്നറിയോ? ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ ഇലക്ഷന് ഞാൻ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത് പ്രചരണത്തിന് ഇറങ്ങിയല്ലോ. അത് എന്തായാലും ഫൈസലിന്റെ ടീമിനും ഭയങ്കര അടിയായി. പൊതുവെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആള് തോറ്റ് വീട്ടിലിരിക്കുകയാണല്ലോ. അപ്പൊ എന്നോട് എന്തുമാത്രം ശത്രുത ഉണ്ടാവും എന്നുള്ളത് ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്ക്. ആ സാഹചര്യത്തിലാണ് എന്റെ കല്യാണം ഇന്ന ആളുമായിട്ട് നടക്കുന്നത്. അപ്പം ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്ന എന്റെ ഹസ്ബൻഡിന് ഒരു പൊളിറ്റിക്സും ഇല്ലാത്ത ഒരാളാണ്. അയാൾക്ക് അയാളതായിട്ടുള്ള ഒരു നിലപാടുണ്ട്. അയാള് ജനങ്ങളുടെ ഒപ്പമാണ്. അയാളുടെ മുമ്പിൽ വരുന്നത് ആരാണോ അവരുടെ ഒപ്പമാണ് അയാളുള്ളത്. അയാൾ അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു, നാട്ടുകാർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുന്നു. അയാളുടെ ഡ്യൂട്ടി അതാണ്. അയാൾ അത് കൃത്യമായിട്ട് ചെയ്യുന്നു. ഈ വ്യക്തിനെ സംഘീയവൽക്കരിക്കാനുള്ള റീസൺ ഞാനായതുകൊണ്ടാണ്. ഇതിപ്പോ എന്റെ സ്ഥാനത്ത് വേറൊരു പെൺകുട്ടിയാണ് ലക്ഷദ്വീപിൽ നിന്ന് ഇയാളെ കല്യാണം കഴിച്ചെങ്കിൽ ഇവരെല്ലാരും കൈയടിച്ചേന്, ഈ പറഞ്ഞ ആൾക്കാർ. മനസ്സിലായോ? ഈ ഫൈസലിന്റെ ടീമും ഒക്കെ ഗംഭീരമായിട്ട് കൈയടിച്ചു. ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചത് കൊണ്ട് അയാളെ മേലിലേക്ക് നെഗറ്റീവായിട്ട് ഇട്ടുകൊണ്ട് അയാളിപ്പോ ഒരു സംഖ്യയാണ്, അപ്പൊ എന്റെ ഇത്ര കാലവും ഞാൻ പറഞ്ഞ എന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ തെറ്റാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ്. ഇപ്പം സംഗീ ചാനലുകളിൽ വന്ന അതേ കാര്യങ്ങൾ തന്നെ ഇവര് ഡൗൺലോഡ് ചെയ്ത് ഈ NCPSലെ ഈ ഫൈസലിന്റെ ഭക്തന്മാര് ഡൗൺലോഡ് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, ലക്ഷദ്വീപിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുകയാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി. അപ്പൊ ലക്ഷദ്വീപിലെ ഈ NCPS ഭക്തന്മാരും നമ്മളെ കേരളത്തിലെ സംഘികളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഒരേ കാര്യം ചെയ്യുന്നു. ഇവരിടുന്നു, അവരെടുത്ത് പ്രചരിപ്പിക്കുന്നു. ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന മെയിൻ കാര്യം. ഉമ്മ അതിനിടയ്ക്കാണ് ഉമ്മ ഉമ്രയ്ക്ക് പോയതൊക്കെ ഞാൻ ആയിഷ പറഞ്ഞിട്ടല്ല അറിയണേ, നാട്ടുകാർ പറഞ്ഞിട്ട് അറിയണേ. കാരണം ഉമ്മ ഉമ്രയ്ക്ക് പോയ അവസരം നോക്കിയിട്ടാണ് ആയിഷ ഇത് ചെയ്ത് കൂട്ടിയത് എന്നുള്ള രീതിയിലാണ് ഇല്ല 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 സംഭാഷണങ്ങൾ വരുന്നത്. ഇല്ല, ഒരിക്കലും ഇല്ല. എന്റെ ഉമ്മാക്ക് അറിയായിരുന്നു. ഉമ്മാനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ഉമ്മ എനിക്ക് ഇങ്ങനെ ഒരാളെ ഇഷ്ടമാണ്, ഞങ്ങൾക്ക് കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്, ഉമ്മയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. ഞങ്ങളെ വീടിന്റെ ഒരു സാഹചര്യത്തിൽ ഞാനും എന്റെ ഉമ്മയും എന്റെ അനിയനും മാത്രമാണ് ഈ വീട്ടിലുള്ളത്. ഞങ്ങൾക്കെന്നും ഞങ്ങളുടെ കുടുംബത്തില് രണ്ടുപേര് മിസ്സിംഗ് ആണ്. അപ്പൊ ഞങ്ങളുടെ ലൈഫിലേക്ക് ഞങ്ങൾക്കൊരു പുതിയൊരു കുടുംബം വരാന്ന് പറയുന്നത് അത് എന്റെ ഉമ്മയെ സംബന്ധിച്ചത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞങ്ങൾക്കൊരു ആൾക്കാരുണ്ടാവുക, നമുക്കൊരു ഫാമിലി വേണ്ട ഒരു സംസാരിച്ചിരിക്കാൻ. അല്ലെങ്കിൽ ചേച്ചിക്കറിയോ, ഞാനും എന്റെ ഉമ്മയും അനിയനും ഒക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോ നമ്മളിപ്പോ ഏതൊരു
ആളുകൾക്ക് അത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനും എന്റെ അനിയനും എന്റെ ഉമ്മയും ഒരു ടേബിളിലിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ സംസാരിച്ച് തുടങ്ങും, എന്തെങ്കിലും തമാശ ഒക്കെ പറഞ്ഞ് കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു. പക്ഷെ ഞങ്ങള് പെട്ടെന്ന് പോവാ വാപ്പായിലേക്കും മരിച്ചുപോയ എന്റെ അനിയനിലേക്കും ഒക്കെയാണ്. അപ്പൊ ഞങ്ങൾക്ക് പുതിയ കാര്യങ്ങളിലേക്ക് കയറാൻ പറ്റുന്നില്ല. ഞങ്ങൾ എപ്പോഴും അതിലേക്ക് സ്റ്റക്ക് ആവുന്നുണ്ട്, അവിടേക്ക് പോകും. പിന്നെ നമ്മുടെ ഉള്ളിൽ ഒരു സങ്കടമാണ്, ഒരു ശ്വാസം മുട്ടാണ്. കാരണം നമുക്ക് എപ്പോഴും ആ ഒരു മിസ്സിങ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പാത്രം കഴുകി വെച്ചിട്ട് ഞാൻ നേരെ എന്റെ റൂമിലേക്ക് പോകും, കഥ കടയ്ക്കും. ഉമ്മയുടെ റൂമിലേക്ക് പോകും, വാതിലടയ്ക്കും. അനിയന്റെ റൂമിൽ പോകും, വാതിലടയ്ക്കും. പിന്നെ കുറെ സമയത്തേക്ക് എല്ലാരും അവരവരെ വേറൊരു ലോകമാണ്. നിങ്ങൾക്ക് ആ ഒരു ആരും മിസ്സിങ് തമ്മിലൊക്കെ അടിച്ച് മാറിയോ അപ്പോ? ഇപ്പൊ മാറി. കാരണം ആള് നല്ല പക്വതപരമായിട്ടുള്ള ഒരാളാണ്, ആയിഷയോട് മുമ്പ് പക്വതയുണ്ട് എപ്പോഴെങ്കിലും ഉമ്മ ആൾക്ക്. കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇതിന്റെ മുമ്പ് ആയിഷയോട് കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? എന്നോട് നേരിട്ട് ഇന്നേ വരെ ഉമ്മ സംസാരിച്ചിട്ടില്ല. പക്ഷെ ഉമ്മയുടെ ഫ്രണ്ട്സിനോടൊക്കെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ അവളോടൊന്ന് പറ അല്ല, എന്നൊക്കെ ആയിഷ പറഞ്ഞിട്ട്. ഇൻഡിപെൻഡന്റ് അത് ആയിട്ട് ഇങ്ങനെ നിൽക്കട്ടെ, മൂവിയൊക്കെ ചെയ്തുകൊണ്ടെന്ന് ഉമ്മ എങ്ങനെയാ കരുതാൻ തുടങ്ങിയത് എങ്ങനെ? ഉമ്മ അങ്ങനെ തന്നെയുള്ള ആളായിരുന്നോ? ഇല്ല, ഉമ്മാക്ക് എന്റെ ലൈഫിൽ ഒരുപാട് ആഗ്രഹങ്ങൾ, അവരുടെ സ്വപ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം ഒരു മോളാകുമ്പോ ഒരു കല്യാണം, ഒരു കുട്ടി, ഇതൊക്കെ അവരുടെ എല്ലാ പാരന്റ്സിനെ പോലെ എന്റെ ഉമ്മാക്ക് ഒരു സ്വപ്നമൊക്കെ ഉണ്ടായിരുന്ന ആളാ. പക്ഷെ എന്റെ വാപ്പ മരിച്ചപ്പോ സീൻ മൊത്തം മാറി. കാരണം ഞാനും വേറൊരു ലോകവുമായിട്ട് നടക്കുന്ന ഒരാളാണ്. പെട്ടെന്ന് എന്റെ നിലപാടും എന്റെ രീതിയും ഉം. എന്റെ കുട്ടിക്കളിയും ഒക്കെ മാറി. നമ്മളും വേറൊരു മൂഡിലേക്ക് വന്നു. അതായത് ഒരു ചേഞ്ച് പെട്ടെന്നായിപ്പോയി എല്ലാവരുടെയും. എന്റെ അനിയനായാലും ശരി, എല്ലാവരിലേക്കും ആ ഒരു ചേഞ്ച് ലക്ഷദ്വീപിൽ ഒരു പെട്ടെന്നാണ് വന്നത്. ആവറേജ് അപ്പം മനുഷ്യന്റെ ലൈഫ് എന്താണെന്ന് ചോദിച്ചാല് ആയിഷാനെ ശരിക്കും എക്സാമ്പിൾ ആയിട്ട് എടുത്ത് പറയാല്ലേ? ഹാപ്പി ആയിട്ട് ജീവിച്ച് പറയാം. ലക്ഷദ്വീപ്, കാരണം നമ്മൾ ഈ അതെ, പറഞ്ഞ പൊളിറ്റിക്സും രാഷ്ട്രീയവും കാരണം ജീവിതം പാടെ മാറി മറിഞ്ഞ് അല്ലേ? ശരിക്കും അതിന്റെ ഒരു ബെസ്റ്റ്. ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ എന്നെ ഒക്കെ പുറത്തൊരാൾ കാണുമ്പോൾ വിചാരിക്കും, ഓ എന്തൊരു ഹാപ്പിയാണ്, നോക്കാം അവളുടെ ലൈഫ് എന്ന് ചിലപ്പോ ചിന്തിക്കുമായിരിക്കും. ഈ സംഖ്യകളൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന അതാ. ചേച്ചി, ഞങ്ങൾക്കേ അറിയുള്ളൂ ഞങ്ങൾ എന്തുമാത്രം സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാൾക്കാരാണ്. സങ്കടം എന്നൊക്കെ പറയുന്നത് ആഹ് തുറന്നു കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൂ. ഞാൻ എല്ലാം ഉള്ളിൽ ഒതുക്കുന്ന ഒരാളാണ്. എന്റെ എന്റെ വിഷമം എന്ന് പറയുന്നത്, എനിക്കുണ്ട് ഒരുപാട് വിഷമങ്ങളുണ്ട്. ഇപ്പൊ എന്റെ ഉമ്മ അനുഭവിക്കുന്ന വിഷമം എനിക്കറിയാം. എന്റെ അനിയന്, അവന് അവന്റെ വാപ്പാന്ന് പറയുന്ന അവന് ജീവനാണ്. പെട്ടെന്നാണ് അവന്റെ ലൈഫിൽ ഒരാളില്ലാതെ, അത് ഒരാൾ മാത്രമല്ല, രണ്ടാളില്ലാതാവുക. ഒരു വീടിന്റെ രണ്ടാൾക്കാരാണ് പോയിരിക്കുന്നത്. അത് നിസ്സാര കാര്യമൊന്നുമല്ല. അതൊന്ന് റിക്കവറായി വരിക എന്ന് പറയുന്നത്. ഇപ്പോഴും നമുക്ക് ഓർമ്മകൾ വിടാൻ പറ്റുന്നില്ല. എവിടെയോ പറഞ്ഞു കേട്ട പോലെ, ഓർമ്മകൾ വിട്ടാലല്ലേ പോവുള്ളൂ. നമുക്ക് വിടാൻ താല്പര്യമില്ല, നമുക്ക് വിടാൻ പറ്റുന്നില്ല അവരെ. ഏഹ് ഈ മരിച്ചുപോയ രണ്ടു പേര് ഒരിക്കലും വിട്ടു മാറ്റാൻ പറ്റുന്നില്ല. അവരുടെ ഓർമ്മ നമുക്ക് വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുന്ന ഒരു ലോകത്തുള്ള മൂന്ന് പേരാണ് ഞാനും എന്റെ അനിയനും എന്റെ ഉമ്മയും. പിന്നെ അപ്പം ഉം, അവിടേക്കാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ പുതിയൊരു ഫാമിലി വരുന്നത്. ഇതൊക്കെ ഇരിക്കട്ടെ, നിങ്ങൾ എന്ത് ഭാഷയില എന്റെ ഹസ്ബൻഡ് സംസാരിക്കുന്ന? പുള്ളിനെ മലയാളം പഠിപ്പിച്ചോ? പുള്ളിയുടെ മലയാളം കേൾക്കാൻ ഭയങ്കര കോമഡിയാ. പുള്ളി ആകെ രണ്ടു മൂന്ന് വാക്കുകൾ പറയും, മനസ്സിലായില്ല എന്ന് പറയും, ഉം. പിന്നെ ശരി, ഇത് രണ്ടും മാത്രം അറിയാം. അത് രണ്ടും മതി. ഇപ്പൊ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാനോ? അതെ. ഓക്കെ, എനിക്ക് മനസ്സിലായി, ആ ശരി. ആ, എനിക്ക് മനസ്സിലായില്ല, അതും ശരിയും, ഈ രണ്ടും പഠിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് രണ്ട് ചെറിയ തെറികളൊക്കെ പഠിപ്പിക്കായിരുന്നു. അല്ല, ഞാന് പിന്നെ ആലോചിച്ചു, പിന്നെ ഇത് നമുക്ക് തന്നെ തിരിച്ചു കിട്ടിയാലോ. പഠിപ്പിച്ചില്ല. ഞാൻ ഏതോ നിത്യാമേനോന്റെ ഏതോ ഇന്റർവ്യൂവിൽ കണ്ടായിരുന്നു. കോടമട്ടി. നിത്യാമേനോനാണെന്ന് തോന്നുന്നല്ലോ. ആ പോടാപട്ടി എന്നൊക്കെ പറയണത് പുള്ളി. അപ്പൊ ഞാൻ ആലോചിച്ചു, നമുക്ക് ശരിയാവില്ല, നമ്മൾ പഠിപ്പിക്കരുത്. പഠിപ്പിച്ചാൽ ആയിഷയ്ക്ക് നേരെ ഹിന്ദി തിരിച്ചെന്തെങ്കിലും നമുക്ക്. ഹിന്ദി അറിയാവുന്ന ആളാണോ ആയിഷ? ഹിന്ദി ഈസി ആണോ? ഹിന്ദി ആ, ഹിന്ദി ഞാൻ പണ്ട് തൊട്ടേ പഠിച്ചൊരു സംഭവമാണ്. അറിയില്ലായിരുന്നു നമ്മൾ ഈ വഴിക്ക് വരും എന്നുള്ളത്. പക്ഷെ ഹിന്ദി അറിയായിരുന്നോ? ഹിന്ദിയൊക്കെ അറിയാം. ആ, നമുക്കൊരു സബ്ജക്ട് തന്നെ ഉണ്ടായിരുന്നല്ലോ ലക്ഷദ്വീപിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഉം, ആ കാലത്ത്. ഉം. അന്ന് ഉഴപ്പൊക്കെ ആയിരുന്നു. പക്ഷെ അപ്പൊ താല്പര്യം എപ്പോഴും ആയിഷയല്ലേ തോന്നി, നിരന്തരം പറയുന്നത് നമ്മള് മോദിജീനെ കൊണ്ട് ചെയ്യണം. ഒരു കാര്യമില്ല, സംഖ്യകളെ കൊണ്ട് ഒരു ഗുണം. അവര് ഹിന്ദി പഠിക്കണം എന്ന് പറഞ്ഞോണ്ടല്ലേ ഇപ്പൊ ഇത് പറ്റിയത്?
അവര് പഠിക്കണമെന്ന് കൊണ്ട് പഠിച്ചതൊന്നുമല്ല. ഞാനൊക്കെ അവര് പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പഠിക്കാൻ തോന്നത്തില്ല. അതാണ് മെയിൻ വേറൊരു കാര്യം. ഇത് അവരൊക്കെ ഈ ഈ പറയുന്ന പോലെ ഞാൻ 10ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഞാനൊന്ന് ഫോക്കസ് ചെയ്തായിരുന്നു ഹിന്ദി പഠിക്കണം എന്നുള്ളത്. പിന്നെ കുറച്ചും കൂടെ എനിക്ക് ഹിന്ദിയിൽ സംസാരിക്കണമെന്നൊക്കെ തോന്നിയത് ഞാനിപ്പോ മൂവി ഇൻഡസ്ട്രിയിൽ വന്നതുകൊണ്ടാണ്. കാരണം നമുക്ക് ഒരു നല്ല സിനിമ ചെയ്യണം, അത് പാൻ ഇന്ത്യൻ സിനിമ ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഉം. അപ്പോ പാൻ ഇന്ത്യൻ സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ലാംഗ്വേജ് ഒക്കെ കറക്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ നമ്മൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഉം. അപ്പൊ അത് കാരണമൊക്കെ ഞാൻ ആ ലാംഗ്വേജ് ഒന്ന് റെഡിയാക്കി. ഉം. ഓ നല്ല ചേച്ചീനെ കാണുമ്പോ എനിക്ക് അല്ല ഐഷനെ കുറച്ച് സന്തോഷമായിട്ട് കാണാൻ ശരിക്കും രസമുണ്ട്. ആ ചേച്ചി കണ്ടിട്ടേ ഇല്ലല്ലേ? ഇപ്പൊ ചേച്ചി എപ്പോഴും എന്നെ ഫോൺ ചെയ്യുമ്പോ എപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നത്തിലായിരിക്കും. ഭയങ്കര ജീവൻ മരണ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന ആളെ ഹിന്ദിയിൽ പഞ്ചാര അടിക്കാൻ പഠിച്ചു എന്നൊക്കെ പറയുന്ന കേൾക്കാൻ രസമുണ്ട് ശരിക്കും. പഞ്ചാര അടിക്കൽ കുറവായിരുന്നു ചേച്ചി. പഞ്ചാര അടിക്കാതെ നമ്മള് മറ്റേ ഉം ആ കുഴപ്പമില്ലാണ്ട് പഞ്ചാരൊക്കെ ഉണ്ട്. മനുഷ്യരല്ലേ. സ്വാഭാവികം. കുറച്ചൊക്കെ പഞ്ചാര ആവണത് നല്ലതാണ്. എപ്പോഴാ രണ്ടാളും കൂടെ ഒരുമിച്ച് മീഡിയക്ക് മുമ്പിൽ വരുന്നുണ്ടാവുക? ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് ചിന്തിച്ചിട്ട് റിസപ്ഷനോ പോലും ഇല്ല. എന്തെങ്കിലും വെക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും റിസപ്ഷനോ? ചേച്ചി സത്യത്തില് എനിക്ക് ഇതിലൊന്നും തീരെ ആർക്കെങ്കിലും ഒരു താല്പര്യം ഇല ചോറെങ്കിലും ഇല്ലാത്തതുകൊണ്ടാണല്ലോ കൊടുക്ക പോയി. ആയിഷ, ഒരു ഇല ചോറെങ്കിലും ആർക്കെങ്കിലും കൊടുക്ക്. അത് ഞാനിപ്പോ ആലോചിച്ചെന്തെന്ന് പറയാ, ആ സമയം ഉണ്ടായത് നമുക്കിപ്പോ എത്രയോ പേരാണ് ഭക്ഷണം ഇല്ലാതിരിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുക. മാത്രമല്ല ഈ പറയുന്ന പോലെ നമ്മൾ ഈ മൈലാഞ്ചി വിട്ട് നമ്മൾ ഈ അങ്ങനെ കല്യാണം എന്ന് പറയുമ്പോ ഐഷ നനഞ്ഞൊരുങ്ങിയിട്ടൊക്കെ ഏതെങ്കിലും കാലത്ത് ഐഷയ്ക്ക് അങ്ങനത്തെ കല്യാണ സ്വപ്നങ്ങൾ ഉണ്ടാവുമായിരുന്നോ? ചെറുതാവുമ്പോ ഉണ്ടായിരുന്നോ? മാലയിടുക, സാരി എടുക്കുക, മേക്കപ്പ് വെക്കുക, തലയിൽ തട്ടുക, ആം, അതൊക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടായിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഏഹ്, ഉണ്ടായ കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ 2014, 2013 ആ കാലഘട്ടത്തിലൊക്കെ നമുക്ക് ഈ ഓരോരോ സിനിമ ഒക്കെ കാണുമ്പോ ഒക്കെ നമുക്കും നമ്മളെ കല്യാണമൊക്കെ വരുമ്പോ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി വരണം എന്നൊക്കെ ഉള്ളൊരു സാധനം എല്ലാരെ പോലെയും എനിക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ മാറ്റിയത്, എന്റെ ചിന്താഗതി മാറ്റിയത്, ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ ആഗ്രഹങ്ങൾ, ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ ഇല്ലാതായത് കംപ്ലീറ്റ് എന്റെ വാപ്പ മരിച്ചതിന് ശേഷം. അത് അത് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ഫുൾ ആള് മാറി. അതിന് മുമ്പ് വരെയുള്ള ഒരു ഐഷയെ അല്ല പിന്നീട്. ഉം. എന്റെ അന്നത്തെ എന്റെ ഫ്രണ്ട്സ് ഇന്ന് എന്നെ കാണുമ്പോ പറയും എന്തൊരു ചേഞ്ച് ആണ്. കാരണം അത് പെട്ടെന്നാണ്. അന്ന് പൊട്ടത്തരം പറയും, അന്ന് ഭയങ്കര കളിതമാശൊക്കെ പറഞ്ഞ് എല്ലാരുമായിട്ടൊക്കെ ഭയങ്കര കൂളായി നടന്ന ഒരാള് പെട്ടെന്നൊരു പക്വതപരമായിട്ട് ചിന്തിക്കാനും എന്താണ് എനിക്കിങ്ങനെ സംഭവിച്ചതെന്നുള്ളത് ആലോചിക്കാനും അതിന്റെ പുറകിൽ പോകാനും ആ പ്രശ്നങ്ങൾ കുറച്ച് ഫോക്കസ് ചെയ്തുകൊണ്ട് ഇനി ഒരാൾക്ക് ഇത് സംഭവിക്കരുത്. കാരണം ഇന്ന് ഈ വീടിനകത്ത് ഞാൻ അനുഭവിച്ച വേദന ഇനി വേറൊരാൾ അനുഭവിക്കരുത് എന്ന ആഗ്രഹം തന്നെയാണ് ചേച്ചി. ഇത് ഭയങ്കര ഒരു നമ്മൾ ഒരിക്കലും ആഹ് സന്തോഷത്തോടു കൂടി പെരുമാറാൻ പറ്റില്ല നമുക്കൊരു കാര്യം. പിന്നെ ആഗ്രഹങ്ങൾ തികച്ചും ഇല്ലാതായിപ്പോ ഉം. ഒന്നും ശരിയാണ്. ആഗ്രഹിക്കില്ല നമ്മൾ. ശരിയാണ്. ആയിഷ നമുക്ക് ആയിഷയുടെ ഇന്നത് വേണം. ഉപ്പായുടെ മരണം ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ ആയിഷ ചിലപ്പോൾ രാഷ്ട്രീയ ഒന്നും ചിന്തിക്കാൻ പോലും സാധ്യതയില്ലായിരുന്നു അല്ലേ? ഒന്നും വരില്ല. ചിലപ്പോ പ്രണയ സിനിമ ഒരിക്കലും ഭയങ്കര റൊമാൻറ്റിക് മൂവികളും ഞാൻ അങ്ങനെ. ഞാൻ ഏതെങ്കിലും നല്ല റൊമാൻറ്റിക് മൂവി ഒക്കെ എടുത്ത് ചിലപ്പോ സിനിമയിൽ തന്നെ ഞാൻ വന്നിരിക്കില്ല. മേ ബി ഡയറക്ഷനിലേക്ക് തന്നെ ഞാൻ ഫോക്കസ് ചെയ്തൊന്നിരിക്കില്ല. ലക്ഷദ്വീപിലെ ഒരു എനിക്ക് ട്രഡീഷണൽ ബിസിനസ് ആയിരുന്നു മുസ്ലിം താല്പര്യം കല്യാണങ്ങൾ ഉണ്ടായിരുന്നത്. എങ്ങനെയാ? ലക്ഷദ്വീപിലെ ട്രഡീഷണൽ മുസ്ലിം കല്യാണം കേരളത്തിലെ കല്യാണങ്ങൾ പോലെ തന്നെയാ? ഉം, കേട്ടിട്ടുണ്ടോ? കേരളത്തിലെ കല്യാണം പോലെ തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ആർഭാടായിട്ട് നടത്തുന്ന കല്യാണമൊന്നുമില്ല സ്ത്രീധനം, കേരളത്തിലെ മഹർ മിക്ക അതൊക്കെ ഉണ്ടോ? സ്ഥലത്തും. അങ്ങനത്തെ എല്ലാ സാധനവും ഉണ്ടോ? സ്ത്രീധനം, മഹർ, മഹർ കൊടുക്കുക? ഇല്ലില്ല. ഈ സ്ത്രീധനം എന്ന് പറയുന്ന പ്രോസസ്സ് ലക്ഷദ്വീപിലില്ല. ഇല്ല. പിന്നെ പെൺകുട്ടികൾക്ക് അങ്ങോട്ടാണ് കൊടുക്കേണ്ടത്. ഉം. ലക്ഷദ്വീപിൽ ഒരു പെൺകുട്ടീനെ കല്യാണം കഴിക്കണമെങ്കിൽ ഉം. ആ, വരൻ അങ്ങോട്ട് കൊടുക്കണം അല്ല അതിപ്പോ കേരളത്തിൽ മെഹറായിട്ട്. പേരിനുണ്ടല്ലോ മഹർ കൊടുക്കാന്ന്. അത് പേരിന് കൊടുത്തിട്ട് പിന്നെ 10,000 ഇരട്ടി തിരിച്ചു വാങ്ങല്ലേ ചെയ്യുന്നേ? അത് ലക്ഷദ്വീപിലില്ല ആ ഇല്ല. സിസ്റ്റം. അത് ശരി. പിന്നെ ലക്ഷദ്വീപില് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ചെക്കൻ പെണ്ണിന്റെ വീട്ടിലാ പോയി നിൽക്കേണ്ടത്. ഓ, പെണ്ണൊരിക്കലും ചെക്കന്റെ വീട്ടിൽ പോയി തലശ്ശേരി നിൽക്കുന്നില്ല. കല്യാണങ്ങൾ ആ പോലെയാ? തലശ്ശേരി പോലെയാ? അവിടെ
പുതിയാപ്പിളയ്ക്ക് മണിയൊക്കെ ഉണ്ടാക്കി അവിടെ പെണ്ണിന്റെ വീട്ടിലാ ഈ സൗകര്യങ്ങൾ ഒരുക്കുന്നത്. ആ സ്ഥിരമായിട്ട് ആ അവരവിടെ പെണ്ണിന്റെ താമസിക്കും. വീട്ടിലല്ല, സ്ഥിരം. സ്ഥിരമായിട്ട് അവിടെ താമസിക്കും. അതെ, ഓ അത് അങ്ങനെയാണ്. കൊള്ളാം അല്ലേ. അത് നല്ലതാ. അത് കൊള്ളാന്ന് പറയുന്നത് അതുകൊണ്ട് അധികം ഡിവോഴ്സ് ഒന്നും ഉണ്ടാവില്ല. അല്ല ഡിവോഴ്സ് എന്നല്ല, പിന്നെ പെൺകുട്ടി ഈ കംഫർട്ടബിൾ പ്രശ്നങ്ങൾ അധികം ആണല്ലോ ഇതില്. ഭയങ്കര കംഫർട്ട് ആണല്ലോ പെൺകുട്ടിക്ക്. പിന്നെ അവരെ വീട്ടിൽ പോയാലും മതി, അവരെ വീട്ടിലൊക്കെ സങ്കടങ്ങളൊന്നും പോയി എന്തെങ്കിലും കാണാതെ. കാര്യം ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ തിരിച്ചു വരാം, അവരെ വീട്ടിൽ വരാം, സ്വസ്ഥ സമാധാനം. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആ ഒരു സിസ്റ്റം നല്ല രസമുണ്ട്. ഇത് കേരളം ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ആൾക്കാർ അത് ഫോളോ ചെയ്താൽ വളരെ നല്ല. പിന്നെ ഇവിടെ എല്ലാരും പറയും, ഓ പെൺ വീട്ടിൽ എന്തിനു പോയി നിൽക്കണം. അത് അങ്ങനെയല്ലേ സംസാരിക്കുക, പെൺ വീട്ടിൽ എന്തിനാ പോയി നിൽക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ കേരളത്തും അവിടെയും തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെയാ കല്യാണത്തില്. ഉം. അപ്പൊ ഐഷയുടെ വാപ്പയൊക്കെ ഉമ്മയുടെ വീട്ടിൽ വന്ന് താമസിച്ച ആളാ? ഉം. ഏഹ് എനിക്ക് എന്റെ ഓർമ്മയില് ഞാൻ ഒരിക്കലും വീട്ടിൽ താമസിച്ച ഓർമ്മ വരുന്നത് തന്നെ വല്ലപ്പോഴുമാണ്. കാരണം എന്ന് വെച്ചാല് ഉം. ഞാൻ എന്റെ ഓർമ്മയിൽ ഞാൻ കോട്ടേഴ്സിലാണ് താമസിക്കുന്നത്. പാപ്പ ഗവൺമെന്റ് ജോലിക്കാരനായതുകൊണ്ട് മിനിക്കോയ് എന്ന് പറഞ്ഞ ഐലൻഡിലാണ്. എന്റെ സ്വന്തം നാട്ടിലല്ലായിരുന്നു. എന്റെ ഓർമ്മകൾ മുഴുവനും കൂടുതലുള്ളത് മിനിക്കോയ് എന്ന് പറഞ്ഞ ഐലൻഡിൽ കോട്ടേഴ്സുകളിലാണ്. ഉം. അപ്പൊ കോട്ടേഴ്സും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഗവൺമെന്റ് കോട്ടേഴ്സ് ഇല്ലേ, ഉം. അത് അവർ ഗവൺമെന്റ് സ്റ്റാഫ് ആയതുകൊണ്ട് തന്നെ അപ്പൊ ഗവൺമെന്റ് ക്വാർട്ടേഴ്സും അതിന്റെ ചുറ്റിപ്പറ്റിയുള്ള ഫ്രണ്ട്സും അങ്ങനെയുള്ള ഒരു മേഖലയില്ല. പിന്നെ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ, നാട്ടില് ഇപ്പം നമ്മൾ വെക്കേഷൻ ടൈമിലൊക്കെ നാട്ടിൽ വരുമ്പോൾ ഉമ്മാടെ വീട്ടിലാണ് വാപ്പ താമസിക്കുന്നത്. ആ, പിന്നെ വാപ്പാടെ ഉമ്മ താമസിക്കുന്ന അവരുടെ തറവാട്ടിലേക്ക് പോയി വരാറേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഈ സിസ്റ്റം കേരളത്തിൽ അങ്ങനെയാണ്. കൊണ്ടുവരണം. എല്ലാ ആണുങ്ങളെയും നമുക്ക് കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരണം. അവരിതിന്റെ ബുദ്ധിമുട്ടും നാണക്കേടും ആദ്യമായിട്ട് ഈ പരിചയപ്പെടുന്ന ബുദ്ധിമുട്ടൊക്കെ ഒന്ന് പഠിക്കട്ടെ അല്ലെ. അപ്പൊ ശരിക്കും നല്ല ആളുകളായി മാറും ആണുങ്ങൾ മൊത്തം. ഒരു പരിചയമില്ലാത്ത അതെ, വീട്ടിൽ പോയിട്ട് ഇപ്പൊ നമുക്ക് ഇവിടെ ജീവിച്ചോ എന്ന് പറഞ്ഞാൽ തന്നെ ആളുകൾ ഭയങ്കര നന്മ നിറഞ്ഞവരായി മാറും. അഡ്ജസ്റ്റ് ചെയ്യാൻ ചേച്ചി പഠിക്കുകയാണല്ലോ ഇതിപ്പോ ആദ്യത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ദിവസമൊക്കെ. കേരളത്തിലെ ആണുങ്ങൾ മുഴുവനും നമുക്കെതിരെ തിരിയും കേട്ടോ. അല്ല ആദ്യ പറയും, ദിവസം തൊട്ട് ഓ അഡ്ജസ്റ്റ് ലക്കി. ചെയ്യാൻ പഠിക്കുകയാണല്ലോ. നമ്മളുടെ എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ടിട്ട് ആദ്യം തൊട്ട് ലൈഫ് തുടങ്ങല്ലോ. സെക്കൻഡ് ലൈഫ് അല്ലേ. അപ്പൊ ആദ്യം തൊട്ട് അഡ്ജസ്റ്റ്മെന്റ് തുടങ്ങാണ്. അതാണ്. അടുക്കള, ഫുഡ്, ടേസ്റ്റ്, ബാത്റൂം, എല്ലാ സാധനങ്ങളിലും. നമ്മള് നമ്മളുടെ വീടിന്റെ ഉമ്പറത്തൊക്കെ നെഞ്ചു വിരിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് വേറെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ കുറച്ച് ഒതുങ്ങിയിരിക്കാൻ പഠിക്കും. അങ്ങനെ ഇവരൊക്കെ ഒന്ന് ശരിക്കും നല്ലതാവും. പക്ഷെ ആ ആണ് നല്ലതാവെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ കണ്ടത് എന്തെന്നറിയോ, ഇപ്പൊ ഞങ്ങളെ ദ്വീപില് കണ്ട് മനസ്സിലാക്കിയ ഒരു സിസ്റ്റം എന്ന് പറയണേ, ഇപ്പം ആണുങ്ങള് പെൺ പെൺവീട്ടിലേക്ക് വരുമല്ലോ, വരൻ പെണ്ണിന്റെ വീട്ടിൽ വരുമ്പോ രാജാവിനെ പോലെയുള്ള ആ, ഒരു ഇതാണ് കിട്ടുന്നത് അയാൾക്ക്. അതൊക്കെ കൊടുക്കാൻ നമുക്ക് അയാളൊരു രാജാവിനെ കുഴപ്പമില്ല. പോലെയാണ് അവിടെ. ആ അവര് കുതിരപ്പുറത്തോ ഓ അതൊക്കെ തലപ്പാവോ കൊടുക്കാം. എങ്ങനെയാന്ന് വെച്ചാ വരട്ടെ. പക്ഷെ അവനവന്റെ ബെഡിൽ അല്ലാതെ ഒന്ന് കിടന്നുറങ്ങി നോക്കണം ഇവരൊക്കെ. അപ്പോഴേ അവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോ പെട്ടെന്ന് കേരളത്തിലെ എല്ലാ ആളുകളും എനിക്കും അല്ല ചേച്ചിക്കെതിരെ ശരിക്കും ചെയ്യാനുള്ള ഞാൻ എല്ലാ വിചാരിക്കുന്നത് അവസരവും അങ്ങനെ ചേച്ചി. പെട്ടെന്ന് ഇപ്പൊ സ്ത്രീകളൊക്കെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോ പെട്ടെന്ന് പക്വത വന്നു, മൾട്ടി ടാസ്കിങ് ആയി എന്നൊക്കെ ആളുകൾ പറയില്ല. അതിന്റെ റീസൺ ഇതാ. അപ്പൊ തൊട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തുടങ്ങല്ലേ. ഇതാ ഇനി തൊട്ട് ഇവിടെ കിടന്നോട്ടോ എന്ന് അതെ ഒരാൾ അതെ. അല്ലെങ്കിൽ ഇത് കഴിച്ചാൽ മതി. അപ്പൊ ഞങ്ങള് സാധാരണ ഇവിടെ രാവിലെ ചായ ഉണ്ടാക്കണം കേട്ടോ, കാപ്പി അങ്ങനെ പതിവ്, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു മാറ്റം അങ്ങ് വരികയാണല്ലോ. ഒരു മാറ്റം ഉണ്ടാവണം. അതെ, അത് സത്യമാണ്. മനുഷ്യനെ തന്നെ പക്ഷെ മാറ്റി ഇവിടെ മറിക്കും ശരിക്ക് എല്ലാ തരത്തിലും. നമ്മള് പിന്നെ പുതിയ ആളായിട്ട് അതല്ല ജനിക്കുക ഇപ്പം അവിടുന്ന്. ഇപ്പൊ ഐഷ ഒരു പുതിയ പറഞ്ഞില്ലേ ഫാമിലി, ഉമ്മ പുതിയ ഉണ്ടെങ്കിൽ, ആൾക്കാര്. ഐഷ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോ ഉമ്മ ഉണ്ടെങ്കിൽ ഞാൻ അടുക്കളയിലേക്ക് പോവില്ല, ഉമ്മ ചായ വരെ കൊണ്ടുതരുന്ന്. അങ്ങനെ ഇരുന്ന പെൺകുട്ടിയാണ് മറ്റേ സത്യം. പോയിട്ട് രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയിട്ട് ഏതോ ആളുകൾക്ക് തിന്നാനുള്ള ഫുള്ള് വെച്ചുണ്ടാക്കിയിട്ട് അടുക്കള ക്ലീൻ ചെയ്ത് വീട് പണി എടുത്ത് അങ്ങനെയായി മാറുന്നത്. അപ്പൊ അത് മനുഷ്യരുടെ ജീവിതം. സത്യം, ഉമ്മമാരുടെ വില അറിയണത് ഇപ്പൊ എന്നറിയോ, ഇപ്പൊ എന്റെ ഉമ്മ ഉംറയ്ക്ക് പോയിരിക്കുകയാണ്. ഞാനാണെങ്കിൽ രാവിലെ എണീക്കും. രാവിലെ എണീറ്റിട്ട് കിച്ചണിൽ പോയിട്ട് എന്റെ അനിയന് മാമന്റെ മോനും ഇവിടെ ഇപ്പൊ ഉണ്ട്. ഇവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ഉച്ചക്കത്തെ ലഞ്ചും ഞാൻ ഉണ്ടാക്കി വെക്കും. കാരണം ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് ഈ സ്ക്രിപ്റ്റ് സിനിമയുടെ വർക്കിന് പോകണം. സ്ക്രിപ്റ്റിനെക്കാളും എന്താ കൂടുതൽ ചിന്തിക്കുന്ന ഇതല്ലേ, രാവിലെ എന്തുണ്ടാക്കാം, ഉച്ചയ്ക്ക് എന്തുണ്ടാക്കാം, വൈകുന്നേരം എന്താ രാത്രി എന്തുണ്ടാക്കാം. അത് സത്യമായിട്ട് ഇപ്പൊ ഞാൻ സ്ക്രിപ്റ്റ് വർക്ക് തുടങ്ങിയത് കാരണം എനിക്ക് രാത്രി അവിടെ ഒരു 5 മണിയാകുമ്പോഴേക്ക്, ഇപ്പൊ രാവിലെ ഇപ്പൊ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ എന്റെ വർക്കിന് പോകും, അവിടെ ഇരിക്കും. ഒരു 5 മണിയാകുമ്പോഴേക്കും എന്റെ നെഞ്ചിലിങ്ങനെ രാത്രി ഇവന്മാർക്ക് എന്താ ഉണ്ടാക്കുന്നത്. ചപ്പാത്തിയും മുട്ടക്കറിയും മതിയോ, ഇപ്പൊ മുട്ടക്കറി ഇവന്മാര് കഴിക്കുവോ, പിന്നെ എന്താ ഉണ്ടാക്കുക, ഇതൊക്കെ ആലോചിക്കും. പിന്നെ ആയിഷ പോയി എന്റെ അവിടെ അടുത്ത് നിന്ന് മീൻ പറഞ്ഞില്ലേ നമുക്ക് മേടിക്കും. 8 മണിക്ക് ചെയ്യാന്ന് പറഞ്ഞില്ലേ ഇന്റർ. അപ്പൊ ഞാനത് ആലോചിക്കണേ, ഓ അതിന്റെ മുമ്പ് എന്റെ ദോശ ഉണ്ടാക്കി തീരുവോ, അത് ഉണ്ടാക്കി കഴിഞ്ഞ
അതിന്റെ പപ്പ എനിക്ക് കുളിക്കാൻ സമയം കിട്ടില്ലായിരിക്കും, അപ്പൊ ദോശ പക്ഷെ ഉണ്ടാക്കി വെക്കുക. അതാണ് നമ്മൾ ചിന്തിക്കുക അതാണ് രസം. അല്ല നമ്മള് ഇപ്പൊ ഞാൻ പറയുന്ന ഒരു ഉമ്മമാര്, എന്റെ ഉമ്മ ഉണ്ടെങ്കിൽ ഈ ഉമ്മ ചായ, ഉമ്മ ചോറ്, ഇതൊക്കെയാണ് എന്റെ പരിപാടി കേട്ടോ. എല്ലാം എന്റെ ഉമ്മാനെ ഞാൻ ആശ്രയിച്ചിരിക്കും. ഉമ്മ ഭയങ്കര ആദ്യമായിട്ടാണോ രസമാണ് എന്റെ മുംബൈക്ക് ഉമ്മ പോകുന്നത്? കൊണ്ടുവന്ന് തരുന്നത്. ആദ്യമായിട്ട് പോവുകയാണോ ഉമ്മ, അതോ എല്ലാ വർഷവും? ഫസ്റ്റ് ടൈമാണ്, ഫസ്റ്റ് ടൈം. ഫസ്റ്റ് ടൈം പോവുക? ഒറ്റയ്ക്കാ പോയത് അപ്പൊ? ഇല്ലല്ല, ഫസ്റ്റ് ടൈം പോവാണ് അത്. അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഇപ്പൊ കോഴിക്കോടിലെ ഒരു ഗ്രൂപ്പിന്റെ കൂടെ പോയതാണ് പുള്ളി. അപ്പം എന്നോ പറയുന്ന ഒരു ആഗ്രഹമാണ്. ഭയങ്കര എക്സൈറ്റഡ് പോണം ആയിരിക്കും അല്ലേ? പോണം പോണം. അപ്പൊ അങ്ങനെയൊക്കെ വിശ്വാസമുള്ളവർക്ക് വേണമെങ്കിൽ ഭയങ്കര. വിചാരിക്കാം, അതുകൊണ്ടൊക്കെ കല്യാണം നടന്നു എന്നൊക്കെ വേണമെങ്കിൽ വിചാരിച്ച് ആശ്വസിക്കാം. ഇല്ല, ഇപ്പൊ ഞാൻ പറയുന്ന പോലെ സംഘികൾ എന്തും വിചാരിച്ചോട്ടെ, അവരുടെ ക്രിമികടി കൊണ്ട് അവർ വിചാരിക്കുകയാണെന്നുള്ളതാണ്. പക്ഷെ സത്യം അറിയുന്നത് നമുക്കാണല്ലോ. നമ്മൾ ഹാപ്പിയാണ്. ഞാനും എന്റെ ഉമ്മയും എന്റെ അനിയനും ഞങ്ങളുടെ മൊത്തം കുടുംബവും, അതേപോലെ എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലിയും എല്ലാവരും, ഞങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ട്. പിന്നെ ഇവരെ പോലുള്ള ഈ ക്രിമികടിക്കാരെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ, സത്യം ഇല്ല, പറഞ്ഞു പക്ഷെ കഴിഞ്ഞാൽ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അത്രയും ഞാൻ ആയിഷയുടെ ആലോചിക്കും. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കണ്ടാൽ നമുക്ക് തോന്നുന്ന എല്ലാ ദിവസവും നമ്മളോട് വന്ന ആയിഷയുടെ കാര്യം പറയുന്നു എന്ന് തോന്നുന്ന തരം ഒരു അക്കൗണ്ട് ആണല്ലോ സൂക്ഷിക്കുന്നത്. ഇപ്പൊ ദാ ഞാൻ പിന്നെ ലക്ഷദ്വീപിലേക്ക് പോവാണ്, നിങ്ങൾ വരുന്നോ, കണ്ടോ ലക്ഷദ്വീപിലെ വെയിൽ കണ്ടോ, നിങ്ങൾ അങ്ങനെ എപ്പോഴും ആളുകളെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുള്ള പോസ്റ്റുകളല്ലേ ആയിഷ മിക്കവാറും ഇടുന്നത്. ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ അതെ 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 ആളുകളെ. അതെ അതെ അപ്പൊ എന്താ അതെ. ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഗതി വരുമ്പോ അത് ആളുകളോട് ഷെയർ ചെയ്യാത്ത? അതിന്റെ റീസൺ എന്തെന്നറിയോ? ഇത് മുട്ടായില്ലേ, ഒരു മുട്ടായി എടുത്തിട്ട് അത് കവറുള്ള ഒരു മുട്ടായി വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പരിക്കില്ല. അത് കവർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പരിക്കും. മനസ്സിലായോ? എനിക്ക് സ്വസ്ഥം സമാധാനമാണ് സത്യത്തിൽ വേണ്ടി. ഇപ്പൊ നോക്കി, ഉറുമ്പരിച്ചത് മുഴുവനും ആ കീടാണുക്കളാണ്. ഇത് ഉറുമ്പിന് പകരം മുകളിൽ വന്ന ഇപ്പൊ കീടാണുക്കളാണ് വന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ? മറ്റേ ടീമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ടോയ്ലറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്ന വാർത്തയൊക്കെ ആയിട്ട് ആ കീടാണുക്കളാണ് ഇപ്പൊ വന്നുകൊണ്ട് ഉറുമ്പരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതോ ഒരു, എന്താ പറയാ, ഉം, ഏതോ ഒരു ഹാർപ്പിക് ഹുസൈൻ, സോറി, എന്തോ ഒരു പേര്, ഹാർപ്പിക് ഹുസൈൻ എന്നാണോ പേര്, സംതിങ്, അതാണ്. ഞാൻ അയാളെ അങ്ങനെ വിളിക്കാനേ ആഗ്രഹിക്കുന്നുള്ളൂ, ഹാർപ്പിക് ഹുസൈൻ. ഇതൊക്കെ എവിടെന്ന് വന്നവനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തൊക്കെ പുള്ളിയുടെ കാര്യം, പുള്ളിക്ക് പോക്കൃത്തരാണ് എന്താ ഇതിൽ വിളിച്ചു കാര്യം? പറയണേ. ഞാൻ കണ്ടില്ല ഇതിലെന്താ കാര്യം? എനിക്കറിയില്ല. പുള്ളി സെയിം ഈ വാട്സപ്പ് ടോയ്ലറ്റ് യൂണിവേഴ്സിറ്റിയിൽ പ്രചരിക്കുന്ന പോലുള്ള വാർത്തകൾ കൊണ്ടുവന്നിട്ട് ഞാൻ കല്യാണം കഴിച്ചപ്പോ കോയമാർക്ക് പ്രശ്നമാണ്. എന്നാലും ഞാൻ കല്യാണം കഴിച്ച കോയമാർക്ക് പ്രശ്നം ഉണ്ടാകാൻ ഇവൻ എന്താണ് വിചാരിക്കുന്നത്? മുസ്ലിംസിനെ പറ്റി ഇയാൾ എന്താണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഈ ഹാപ്പിക് ഹുസൈൻ അയാളൊരു എക്സ് മുസ്ലിം ആണെങ്കിൽ ആ എക്സിന്റേതായിട്ടുള്ള ഇതിൽ പോവാ. അല്ലാതെ പിന്നെ ബാക്കിയുള്ളവരെ വെല്ലുവിളിക്കാൻ ഇയാൾ പക്ഷെ ആരാണ്? ഇയാൾക്ക് എന്ത് സത്യം യോഗ്യത പറഞ്ഞാണ്ടല്ലോ, ഉണ്ടായിരുന്നു? ഈ ഇത്തരത്തിലുള്ള എക്സ് മുസ്ലിംസ് എന്ന് അവകാശപ്പെടുന്നവർ ജീവിക്കുന്നതിനേക്കാൾ സ്വതന്ത്രമായും സ്വാതന്ത്ര്യത്തോടും കൂടിയാണ് ഇതിനകത്ത് നിന്നുകൊണ്ട് ആയിഷയൊക്കെ ജീവിക്കുന്നത്. ഞാൻ ഒരിക്കലും ഒരു എക്സ് മുസ്ലിം അല്ല. ആയിഷനെ ഞാൻ ഒരിക്കലും ഈ നല്ലൊരു മതം മുസ്ലിം ആയിട്ടുള്ളൂ. ഉപദ്രവിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആയിഷയ്ക്ക് അതെ. എല്ലാ സ്വാതന്ത്ര്യം, ആയിഷ ഇഷ്ടത്തിലാണ് ജീവിക്കുന്നത്. അവരെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. പിന്നെ പോയിട്ട് ആയിഷ അവര്. ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അതിൽ ആയിഷയ്ക്ക് ഒരിക്കലും ഒരു കിട്ടിയിട്ടുണ്ട്, എല്ലാവർക്കും തർക്കം പാടില്ല. കിട്ടുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ആയിഷ. എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ലക്ഷദ്വീപിൽ നിന്ന് വന്നതാണ്. എന്റെ കാര്യങ്ങൾക്ക് എന്റേതായിട്ടുള്ള നിലപാടുകളുണ്ട്. എനിക്കിപ്പം സ്വാതന്ത്ര്യമില്ലായ്മ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ഒരിക്കലും ഈ ഹാർപ്പിക് ഹുസൈനെ മാതിരി ഒരു എക്സ് മുസ്ലിമോ അങ്ങനെ തോന്നുമല്ല. അയാൾ ഇനി വിചാരിച്ചാലും അയാളുടെ കൂട്ടത്തിൽ കൂട്ടാൻ അയാൾ ശ്രമിച്ചാലും അതൊരിക്കലും നടക്കുന്ന കാര്യവുമല്ല. അതേപോലെ ഇപ്പൊ സംഘികൾ പറയുന്ന പോലെ ഞാനൊരു അന്യമതസ്ഥനെ കല്യാണം കഴിച്ചു, അതുകൊണ്ട് ഞാൻ സംഘിയായി, അയാള് സംഘിയാണ് എന്ന ഇവന്മാരുടെ വെറും തോന്നല് മാത്രമാണ്. അതൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇവരുടെ ഒക്കെ വെറും തോന്നല് മാത്രമാണ്. എപ്പോഴെങ്കിലും ഇവരൊന്നും. ആലോചിച്ചോ ആയിഷ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ഇത് വേറെ മതത്തിലും ജാതിയിലും പെട്ട ആളാണല്ലോ, ഇത് എനിക്ക് ഓക്കെ ആണോ, എന്റെ കൾച്ചറിന് ചേരുമോ എന്ന് ആലോചിച്ചോ? ഞാനൊരു മനുഷ്യനെയാണ് കല്യാണം കഴിച്ചത്. ഞാനൊരു മതത്തെ അല്ല കല്യാണം കഴിച്ചത്. ഞാൻ ആ വ്യക്തിയാണ് കല്യാണം കഴിച്ചത്. അയാളിൽ ഞാൻ ഇഷ്ടപ്പെട്ട ക്വാളിറ്റിയാണ് എന്നെ ആകർഷിച്ചത്. അല്ലാതെ ആളുടെ മതമോ ജാതിയോ അതൊന്നുമല്ല. അതൊക്കെ സെക്കൻഡറി ആണ്. ഫസ്റ്റ് നമ്മൾ ആ വ്യക്തിയാണ്. ആ വ്യക്തി ഒരു മനുഷ്യനാണ്. ഒരു നല്ല എന്താ പറയാ, ആളുകളോട് പെരുമാറാൻ അറിയുന്ന ഒരു നല്ല വ്യക്തിത്വത്തിലാണ്. അയാളെ ഞാൻ കല്യാണം കഴിച്ചത് എനിക്ക് ഇന്ന് അഭിമാനമാണ്. ഞാൻ അതാണ് വിശ്വസിക്കുന്നത്. എനിക്ക് അഭിമാനമുള്ള കാര്യമാണ്. അതിൽ ഇവർക്ക് എന്തിനാണ് ഇത്ര വലിയ പ്രശ്നം എന്ന് അറിയില്ല. ഇവര് പറയുന്നു അയാൾ സംഖ്യയാണെന്ന്. ഒരിക്കലും അല്ല. അയാൾക്ക് അങ്ങനെ ഒരു പൊളിറ്റിക്സേ ഇല്ല. ആ ആ ഇപ്പോഴും ഞാൻ പറയുമ്പോ ചേച്ചിക്ക് അറിയാലോ, ഞാനൊരാളെ പറ്റി ഇത്രയും ഇരുന്ന്
ഇങ്ങനെ പറയുമ്പോൾ അത് എത്രമാത്രം ആത്മാർത്ഥത ഉള്ളൊരു ആത്മാർത്ഥത ഞാൻ അയാളിൽ കണ്ടത് കൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരു ക്യാരക്ടറാണ്. എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം തോന്നണമെങ്കിൽ എത്രമാത്രം ക്വാളിറ്റി അയാൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. എനിക്ക് ഇത്രയും അതുകൊണ്ട് തന്നെ നമ്മള് സംസാരിച്ചാൽ ഇഷ്ടപ്പെട്ട വാചകതാണ്, ഞാൻ കല്യാണം കഴിച്ച ഒരു മനുഷ്യനാണ്, ഒരു മതത്തെ അല്ല എന്നുള്ളതാണ്. അപ്പൊ ആയിഷയുടെ എല്ലാ ഐഡിയോളജിയും ഒക്കെ അതുപോലെ തന്നെ കീപ്പ് ചെയ്യുക, സന്തോഷമായി ജീവിക്കുക. ഇപ്പൊ നമ്മള് കല്യാണത്തെ കുറിച്ചാണ് സംസാരിച്ചു തുടങ്ങിയതെങ്കിലും ഭൂരിഭാഗം സമയം ആയിഷ സംസാരിച്ചത് ലക്ഷദ്വീപിന്റെ പൊളിറ്റിക്സിനെ കുറിച്ച് തന്നെയാണ്. അപ്പൊ ഇതേ നിലപാടിലൊക്കെ നിൽക്കാനും ഇതുപോലെ ചേച്ചി ലക്ഷദ്വീപ് ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവണം. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ബിത്ര എന്ന് പറഞ്ഞ ദ്വീപിലെ കുടിയൊഴിപ്പിക്കൽ എന്ന് പറയുന്നത് അത് നിസ്സാര കാര്യമൊന്നുമല്ല. അത്രയും ജനങ്ങളാണ്, അതൊരു 300 സംതിങ് ആൾക്കാരുണ്ടാവും. പക്ഷെ ആ ജനങ്ങൾക്ക് വേണ്ടി ചേച്ചി എന്തായാലും സംസാരിക്കണം. കാരണം ചേച്ചിയെ പോലുള്ള ആൾക്കാരുടെ ഒരു ബലം ഞങ്ങൾക്കുണ്ട്. കാരണം ഞങ്ങളുടെ ദ്വീപില് നല്ലൊരു മീഡിയാസ് ഇല്ല ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാൻ. ലക്ഷദ്വീപുകാര് ഒന്നും അനുഭവിക്കുന്നില്ല, ലക്ഷദ്വീപുകാർക്ക് പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞു പരത്തുന്ന കുറച്ച് സംഘീയ മീഡിയാസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും അല്ല പ്രശ്നം. റിയൽ പ്രശ്നം ഞങ്ങൾക്ക് ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ട്. ഞങ്ങൾക്ക് അതിനനുസരിച്ച് സൊല്യൂഷൻ കാണാൻ പറ്റുന്ന കാര്യങ്ങളും ഉണ്ട്. കോടതിയിൽ പോയി ഞങ്ങൾ കാണുന്ന പ്രശ്നങ്ങൾ സൊല്യൂഷനും ഉണ്ട്. പക്ഷെ എന്നാലും വിത്ര പോലുള്ള ഒരു ദ്വീപ്, ഒരു ദ്വീപിലെ ജനങ്ങളെ മുഴുവനും മാറ്റണം എന്ന് പറയുന്നത് അത് ഭയങ്കരമായിട്ടൊരു വലിയ പ്രശ്നം തന്നെ, പ്രതിഷേധം ഉണ്ടാവേണ്ട ഒരു കാര്യം തന്നെയാണ്. എല്ലാവരും ഒത്തൊരുമിച്ച് കേരളം മുഴുവനും ഞങ്ങളൊപ്പം നിൽക്കേണ്ട ഒരു സാഹചര്യമാണിത്. അപ്പം ആ ലക്ഷദ്വീപിന്റെ സാഹചര്യത്തിലേക്ക് ഞങ്ങള്, അതെ, ആ സാഹചര്യം ജനങ്ങളിലേക്ക് എത്തിച്ച് കേരള ജനങ്ങളിലേക്ക് ഇതെത്താനും കേരളത്തിലെ ജനങ്ങൾ മുഴുവനും ഞങ്ങളുടെ ഒപ്പം അന്ന് നിന്നതുപോലെ, അന്ന് അവരെല്ലാരും ഞങ്ങളുടെ ഒപ്പം നിന്ന ആൾക്കാരാണ്. എല്ലാ മീഡിയാസും ഈ സംഘികൾ മീഡിയാസ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ മീഡിയാസും ഞങ്ങളൊപ്പം നിന്നിട്ടുണ്ട്. ചേച്ചി അടക്കമുള്ള എല്ലാവരും ലക്ഷദ്വീപുകാരുടെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അവരുടെ പ്രശ്നങ്ങളിൽ ഒന്നായി മാറ്റിക്കൊണ്ട് അവരെല്ലാവരും ഒപ്പം നിന്നു. അതേ സ്നേഹവും അതേ വിശ്വാസവും അതേ ആത്മവിശ്വാസവും അത് പോരാടാനുള്ള ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് പോരാടാനുള്ള ഒരു ആത്മവിശ്വാസം തരുന്നത് കേരള ജനങ്ങളാണ്. അതേ കേരള ജനങ്ങൾ ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവണം ഈ ഒരു കാര്യത്തിലും. കാരണം ലിത്ര എന്ന് പറയുന്ന ഒരു ദ്വീപ് ഞങ്ങൾക്ക്, അത് ഞങ്ങളുടെ ദ്വീപാണ്, ഞങ്ങളുടെ അവകാശമാണ്. ഞങ്ങളുടെ ആൾക്കാർ താമസിച്ച് മരിക്കേണ്ട ഞങ്ങളുടെ ഭൂമിയാണ്, ഞങ്ങളുടെ മണ്ണാണ്. ഞങ്ങളുടെ മണ്ണ് വേറൊരാൾക്ക് ഒരിക്കലും പോകാൻ പാടില്ല. ഞങ്ങളുടെ മണ്ണ് ഞങ്ങൾക്ക് കാക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ചേച്ചി. അതുകൊണ്ട് ഞങ്ങളുടെ മണ്ണ് കാക്കാൻ വേണ്ടി ഞങ്ങളൊപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം എന്നുള്ളൊരു അഭ്യർത്ഥന, അത് ഇത് മാക്സിമം ജനങ്ങളിലേക്ക് എത്തിച്ചു തരണം ചേച്ചി. തീർച്ചയായും കാരണം ആയിഷയുടെ പോരാട്ടങ്ങൾ തുടരുക. അതിനൊക്കെ എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാവും, ചിലപ്പോൾ സമയം എടുക്കുമായിരിക്കും, പക്ഷെ തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും. പോരാട്ടം തുടരുക. താങ്ക് യു ചേച്ചി, താങ്ക് യു.